ഒരു മനുഷ്യനുണ്ട്, അവിടെ ഇങ്ങനെ വലിയ ദുഃഖാർത്ഥനായി വിഷണ്ണനായിരിക്കുകയാണ്. എന്തോ വലിയൊരു ടെൻഷൻ അയാളെ പിടികൂടിയിട്ടുണ്ട്. ആ ടെൻഷനിൽ വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഇബ്രാഹിമിന് അദ്ദേഹം കടന്നു ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, നിങ്ങൾ വല്ലാതെ ദുഃഖാർത്ഥനാണല്ലോ, നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണല്ലോ, ഞാൻ നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകുമോ? അയാൾ പറഞ്ഞു, ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരാം. അപ്പോൾ ഇബ്രാഹിമിന് അദ്ദേഹം അയാളോട് ഒന്നാമത് ചോദിച്ചു, അയജ്രി ഫീ ഹാദൽ കൗനി ശൈഉൻ ലാ യുരീദുഹുല്ലാഹ്, അയജ്രി ഫീ ഹാദൽ കൗനി, ഈ പ്രപഞ്ചത്തിൽ നടക്കുമോ, ശൈഉൻ, എന്തെങ്കിലും ഒരു കാര്യം, ലാ യുരീദുഹുല്ലാഹ്, അല്ലാഹു ആ കാര്യം ഉണ്ടാവണമെന്നോ ആ കാര്യം നടക്കണമെന്നോ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യം ഇവിടെ നടക്കുമോ എന്നയാളോട് ചോദിച്ചു. അയാളുടെ മറുപടി, അയാൾ പറഞ്ഞു, ലാ, ഇല്ല, ഒരിക്കലും സംഭവിക്കില്ല. ഇബ്രാഹിമിന് അദ്ദേഹമിൻ്റെ രണ്ടാമത്തെ ചോദ്യം, അഫയൻഖുസു മിൻ റിസ്ഖിക ശൈഉൻ ഖദ്ദറഹുല്ലാഹു ലക, ഏ മനുഷ്യ, അഫയൻഖുസു മിൻ റിസ്ഖിക ശൈ, നിനക്ക് നിന്റെ ആയുസ്സിൽ നിന്ന് എന്തെങ്കിലും, നിന്റെ ഉപജീവനത്തിൽ നിന്ന്, നിന്റെ റിസ്ഖിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കുറയുമോ? ഖദ്ദറഹുല്ലാഹു ലക, അല്ലാഹു നിനക്ക് തീരുമാനിച്ച, അല്ലാഹു നിനക്ക് നിർണയിച്ചു വെച്ച നിന്റെ ഉപജീവനമുണ്ടല്ലോ, ആ ഉപജീവനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറവ് വരുമോ? ചോദ്യത്തിൻ്റെ മറുപടി അദ്ദേഹം പറഞ്ഞില്ല, ഇല്ല ഇല്ല, എനിക്ക് ഈ ദുനിയാവിൽ അല്ലാഹു നിശ്ചയിച്ച റിസ്ഖുണ്ടല്ലോ, ആ റിസ്ഖിൽ നിന്ന് ഒന്നും തന്നെ കുറയുന്നതല്ല. മൂന്നാമത്തെ ചോദ്യം ഇബ്രാഹിമിന് അദ്ദേഹം ചോദിക്കുകയാണ്, അഫയൻഖുസു മിൻ അജ്ലിക ലഹ്ളതൻ കതബഹല്ലാഹു ഫിൽ ഹയാത്ത്, ഏ മനുഷ്യ, ഐഹിക ലോകത്ത് നിനക്ക് ഈ ദുനിയാവിൽ ജീവിക്കുവാൻ അല്ലാഹു നിശ്ചയിച്ചു തന്ന ആയുസ്സുണ്ടല്ലോ, ആ ആയുസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറവ് വരുമോ? അതിനും അയാൾ മറുപടി പറഞ്ഞു, ലാ, ഇല്ല ഇല്ല, ഒന്നും കുറവ് വരുന്നതല്ല, എനിക്ക് നിശ്ചയിച്ച ആയുസ് എത്രയാണോ ആ ആയുസ് ഞാൻ ഇവിടെ ജീവിക്കുക തന്നെ ചെയ്യും. ഉടനെ ഇബ്രാഹിമിന് അദ്ദേഹമിൻ്റെ ചോദ്യം ഇതാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഫഅലാമൽ ഹുസ്നു യാ റജുൽ, പിന്നെ എന്തിനാണ് മനുഷ്യ നീ ഇങ്ങനെ വിഷണ്ണനായി ദുഃഖാർത്ഥനായി വിഷമിച്ചിരിക്കുന്നതെന്തിനാ? പിന്നെന്തിനാ നീ ദുഃഖിച്ചിരിക്കുന്നത്? കാരണം ദുനിയാവിൽ നടക്കുന്നതെല്ലാം അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. നിന്റെ ജീവിതത്തിലെ നടക്കുന്ന സംഭവങ്ങൾ അതെല്ലാം അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. നിന്റെ റിസ്ഖ് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. നിന്റെ ആയുസ് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. എങ്കിൽ എന്തിനാണ് ദുനിയാവിൽ നീ വിഷമിച്ചിരിക്കുന്നത് എന്ന് ഇബ്രാഹിമിന് അദ്ദേഹം ആ മനുഷ്യനോട് ചോദിക്കുകയാണ്. വളരെ ഗൗരവമുള്ള 3 ചോദ്യങ്ങളാണ്. എൻ്റെ പ്രസംഗത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാർ, സഹോദരിമാർ, ശ്രദ്ധിക്കണം. പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിൻ്റെ തീരുമാനം, ആ റബ്ബ് അവൻ വിധിച്ചതും അവൻ നിർണയിച്ചതുമായതല്ലാതെ ഒന്നും തന്നെ ഒരാൾക്കും ചെയ്തു തരിക സാധ്യമേ അല്ല.
മനസ്സിൻ്റെ ഉള്ളിൽ അടിയുറപ്പിക്കേണ്ട വിശ്വാസമാണ്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ, മുഹിയുദ്ദീൻ ശൈഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ, അദ്ദേഹം തൻ്റെ മുന്നിലിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരടങ്ങുന്ന സമൂഹത്തോട് ധാരാളം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മജ്ലിസുകളായി അറിയപ്പെടുന്ന ആ വിഷയങ്ങൾ ക്രോഡീകരിച്ച കിതാബാണ് അൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈളുർ റഹ്മാനി എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ധാരാളം വിഷയങ്ങൾ സമൂഹത്തിൻ്റെ വിശ്വാസം ശക്തമാക്കുവാൻ, ആളുകളുടെ മനതലങ്ങളിൽ ഈമാനിൻ്റെ കരുത്തു പകരാൻ ശക്തമായ ചില ചോദ്യങ്ങളും ശക്തമായ ചില നിർദ്ദേശങ്ങളും നൽകിയത് കാണാം. അതിൽ അദ്ദേഹം ചോദിച്ചു വരുമ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഏ മനുഷ്യ, യാ ഗുലാം മൻ അത്അമക വ അന്ത ത്വിഫ്ലുൻ ഫീ ബത്നി ഉമ്മിക. ഏ മനുഷ്യ, മൻ അത്അമക, ആരാണടോ നിനക്ക് ഭക്ഷണം തന്നത്? വ അന്ത ത്വിഫ്ലുൻ ഫീ ബത്നി ഉമ്മിക, നിന്റെ മാതാവിൻ്റെ ഉദരത്തിൽ നീ കുഞ്ഞായിരിക്കുമ്പോൾ, നിന്റെ മാതാവിൻ്റെ ഉദരത്തിൽ നീ ജനിച്ചു തുടങ്ങുന്നു, നീ വളർന്നു തുടങ്ങുന്നു, നീ കുഞ്ഞായിരിക്കുന്നു. അവിടെ ആരും നിനക്ക് സഹായിക്കാനില്ലല്ലോ. അവിടെ നിനക്ക് ഭക്ഷണം തരാൻ ആരാണ് നിനക്ക് ഭക്ഷണം ഒരുക്കി തന്നതെന്ന ചോദ്യം മനുഷ്യൻ്റെ മനതലങ്ങളിൽ ശക്തമായി പെരുമ്പറയടിക്കുന്ന ചോദ്യമാണ്. അതെന്താണ് അങ്ങനെ ചോദിക്കാൻ കാര്യം? ഐഹിക ലോകത്ത്, ഈ ദുനിയാവിൽ, ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന ചില കാര്യങ്ങൾ, ഒരുപക്ഷെ രോഗം സുഖപ്പെടാനാവാം, അല്ലെങ്കിൽ ഉപജീവനം നന്നായി തീരാനാവാം, അല്ലെങ്കിൽ സന്താന സൗഭാഗ്യമാവാം, അങ്ങനെ പലതും പലതും പലതും. അത്തരം ചില വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യർ അല്ലാഹുവല്ലാത്തവരെ പലരെയും വിളിക്കാൻ അവൻ ഓടാണ്. ജാറങ്ങളിലേക്ക് ഓടുന്നവരുണ്ട്, പുണ്യമരങ്ങളെ തേടുന്നവരുണ്ട്, കല്ലുകളെ തേടുന്നവരുണ്ട്, വിഗ്രഹങ്ങളുടെ അടുത്ത് പോകുന്നവരുണ്ട്. അങ്ങനെ 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 ധാരാളം ആളുകൾ. ആ ആളുകളോടുള്ള ചോദ്യമാണ്, മൻ അത്അമക വ അന്ത ത്വിഫ്ലുൻ ഫീ ബത്നി ഉമ്മിക, മാതാവിൻ്റെ ഉദരത്തിൽ അഥവാ ഗർഭാശയത്തിൽ, ആ ഗർഭാശയത്തിൽ നീ വളർന്നു തുടങ്ങുന്ന കാലമുണ്ട്. ആ കാലത്തെ നിന്നെ ഓർമ്മപ്പെടുത്തുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അതിൻ്റെ അടയാളം നീ മരിക്കുന്നതുവരെ, ഈ ലോകത്ത് നിന്ന് നീ വിട പറയുന്നതുവരെ നിന്റെ ശരീരത്തിൽ അല്ലാഹു ശേഷിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെല്ലാം തേച്ചാലും മായ്ച്ചാലും എന്ത് ചെയ്താലും പോകില്ല. അതെന്താ? രണ്ട് ബന്ധങ്ങളുടെ കഥ പറയുന്ന മേഖലയാണത്. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ ശേഷിപ്പിച്ച പൊക്കിൽ. അത് മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നതുവരെ അവൻ എന്തൊക്കെ ഉപയോഗിച്ചാലും മാഞ്ഞു പോകാത്ത അടയാളം. ഒന്ന്, തനിക്ക് ജന്മം നൽകിയ തന്നെ നൊന്തു പ്രസവിച്ച മാതാവിനോടുള്ള ജീവിതത്തിൻ്റെ ഒടുക്കം വരെ നിലനിൽക്കുന്ന അഭേദ്യമായ ബന്ധത്തിൻ്റെ കടപ്പാടിൻ്റെ കടമകളുടെ ഒരു വലിയ വിപ്ലവകരമായ പ്രഖ്യാപനം ദിനേന എന്നോണം എന്നെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗം അതാണ് പൊക്കിൽ. ഉമ്മാനെ ചീത്ത വിളിക്കാൻ നാവ് തുറക്കുമ്പോൾ അവൻ്റെ നാവ് ഉള്ളിലേക്ക് വലിയും, അവൻ്റെ പൊക്കിൽ വിളിക്കും, പാടില്ലടാ, പാടില്ല. തൻ്റെ ഉമ്മയെ ഉപദ്രവിക്കാൻ കൈ ഉയർത്തുമ്പോൾ അവൻ്റെ ശരീരത്തിലെ പൊക്കിൾ വിളിച്ചു പറയും, വേണ്ടടാ, പാടില്ലടാ.
എന്താണത്? അതൊരഭേദ്യമായ ബന്ധത്തിൻ്റെ അടയാളമാണ്. മാതാവിൻ്റെ ഉദരത്തിൽ നീ അങ്ങനെ വളർന്നു വരുമ്പോൾ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് കൊണ്ടുവന്ന 2 ട്യൂബുകൾ അത് പ്ലാസൻ്റയിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്ലാസൻ്റയിൽ നിന്ന് നിന്റെ ശരീരത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ കണക്ഷൻ തന്ന സ്ഥലമാണ് പൊക്കിൾ. നീ ശ്വസിച്ചത് അതിലൂടെയാണ്, നിനക്ക് ഭക്ഷണം തന്നതും അതിലൂടെയാണ്, നിന്റെ ശരീരത്തിൻ്റെ വളർച്ചയുണ്ടായതും അതിലൂടെയാണ്. ആ വളർച്ച നിനക്ക് വേണ്ടി സംവിധാനിച്ചവൻ ആരാ? വഅന്ത ത്വിഫ്ലുൻ ഫീ ബത്നി ഉമ്മിക. നിന്റെ ഉമ്മയുടെ ഉദരത്തിൽ നീ കുഞ്ഞായിരുന്നപ്പോൾ നിനക്ക് ഭക്ഷണം തന്നതാരാ? അതൊരു വല്ലാത്ത ചോദ്യമായി നിലനിൽക്കുകയാണ്. ഇന്ന് നിന്റെ ചെറിയ ആവശ്യങ്ങൾ കടന്നു വരുമ്പോഴേക്ക് 4 ഭാഗത്തേക്കും പരിഭ്രമിച്ചോടുന്ന മനുഷ്യ, അല്ല തീരുമാനിച്ചതല്ലാത്തത് തരാൻ കഴിയുമോ? അല്ല നിശ്ചയിച്ചതല്ലാത്തത് നടക്കുമോ? വല്ലാത്തൊരു ചോദ്യമാണല്ലേ. ആ 3 ചോദ്യങ്ങളെ മനസ്സിലുണ്ടായിക്കോട്ടെ. ആ 3 ചോദ്യം. ഒന്ന്, അയജ്രി ഫി ഹാദൽ കൗനി ശൈഉൻ. ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒന്ന്, ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമോ, നടക്കുമോ? എന്ത്? ലാ യുരീദുഹുല്ലാ, അല്ല ഉദ്ദേശിക്കാത്തൊന്ന് നടക്കോ? പടച്ച റബ്ബിൻ്റെ തീരുമാനം നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് അധുനാധുനികങ്ങളായ വെടിക്കോപ്പുകൾ ഉപയോഗിച്ച് 40 കിലോമീറ്റർ മാത്രം വലിപ്പമുള്ളൊരു രാഷ്ട്രത്തെ, ഒരു പ്രദേശത്തെ, അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദീനരോധനങ്ങൾ പോലും വകവെക്കാതെ വലിയ ബോംബിട്ടൊരു പ്രദേശത്തെ ഒന്നാകെ ചുട്ടരിക്കാൻ കൂട്ടുകക്ഷിയായി നിന്ന, അതിനുവേണ്ടി എല്ലാം കൊടുത്ത് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയും ഇപ്പുറത്ത് കാപട്യത്തിൻ്റെ മുഖം കാണിക്കുകയും ചെയ്ത ഒരു പ്രദേശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1 മണിക്കൂർ വേണ്ട, 1 ദിവസം എടുത്തിട്ടില്ല. ലോസ് ആഞ്ചലോസ് എന്ന് പറയപ്പെടുന്ന പ്രദേശവും കാലിഫോർണിയയും ശക്തമായി നക്കി തുടച്ച് തരിപ്പണമാക്കി ബില്യൺ കണക്കിന് ഡോളറുകളാൽ പണിതുയർത്തിയ രമ്യഹർമ്മങ്ങളിലേക്ക് തീ പടരുമ്പോൾ അതിനടുത്തേക്കൊന്ന് നോക്കാൻ പോലും കഴിയാതെ വല്ലാതെ വിലപിച്ചുകൊണ്ട് തിരിച്ചോടുന്ന ഒരു കൂട്ടം ജനതയെ, മുസ്ലിം സമുദായമേ, നമ്മുടെ മുന്നിലേക്ക് കാണിക്കപ്പെട്ടത് എന്താണെന്നറിയോ? ഗസയിൽ പിടഞ്ഞു വീണ കുഞ്ഞുങ്ങളുടെ കരച്ചിലിൻ്റെ ഉത്തരം, ഗസയിൽ പിടഞ്ഞു വീഴുന്ന മക്കളെ നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞ ഉമ്മമാരുടെ പ്രാർത്ഥനയുടെ ഉത്തരം, ഗസയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന ഹതഭാഗ്യരായ വൃദ്ധൻ മനുഷ്യന്മാരുടെ സങ്കടക്കണ്ണീരിൻ്റെ ഒഴുകാത്ര പ്രവഹിയുടെ ശക്തമായ തീരുമാനം റബ്ബ് സുബ്ഹാനഹു വ തആല കാണിക്കുന്നു. പ്രപഞ്ചനാഥനായ റബ്ബിൻ്റെ തീരുമാനം, ആ റബ്ബിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്കൊരു പക്ഷേ നിർവചിച്ചെടുക്കാൻ കഴിയാത്തതാണ്. ആ റബ്ബ് തീരുമാനിക്കാത്തതൊന്നും സംഭവിക്കില്ല. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല. ഇത് അടിയുറച്ച് വിശ്വസിക്കേണ്ടവനാണ് ഒരു വിശ്വാസി. എന്നാൽ ജീവിതം വളരെ സന്തോഷകരമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ പറയാറില്ലേ, ഒരു ദിവസത്തിൽ 5 നേരം നമ്മൾ 5 നേരം നിസ്കരിക്കുന്നു. ആ നിസ്കാരം കഴിഞ്ഞ് നമ്മളെടുക്കുന്ന വിർദുകൾ, ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, നമ്മൾ ചൊല്ലുന്ന ആ ഔറാദുകളിൽ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ട്. പക്ഷെ അത് നാവ് കൊണ്ട് വെറുതെ സംസാരിച്ചു പോരാണ് നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരുന്നില്ല. അത് നമ്മൾ കൃത്യമായി നമ്മുടെ നാവിലൂടെ പറയുന്നത് കൽബിലേക്ക് ചേർത്ത് വെച്ചാൽ അവിടെ നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ജാറത്തിൻ്റെ മുന്നിൽ പോകുന്ന ഒരാൾ
ആ സിമന്റ് കട്ടയോടാണോ സംസാരിക്കുന്നത്? ആണോ? ഒരിക്കലുമല്ല. പിന്നെന്താ? ആ ജാറത്തിൻ്റെ ആ മക്ബറയിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത് ആരുടെ നാമധേയത്തിലാണോ അദ്ദേഹത്തെയാണ് വിളിക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടാണ് സങ്കടം പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, അന്ന് ഈ മനുഷ്യകുലത്തിൽ ആദ്യമായി ശിർക്ക് എങ്ങനെ ഉണ്ടായോ അത് തന്നെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യ സമൂഹത്തിൽ അതുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കണം, അവർ വിശ്വസിച്ചത് എന്തായിരുന്നു? അവർക്ക്, ഈ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നതമായ സ്ഥാനമുണ്ട്, അള്ളാഹുവിൻ്റെ അടുത്ത് മഹിതമായ സ്ഥാനം അവർക്കുണ്ട്. മാത്രമല്ല, അവരോട് അള്ളാഹുവിനോട് അവർ എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ അള്ളാഹുവിന് തട്ടാൻ പറ്റൂല. കാരണം അള്ളാഹുവിനോട് അത്രയും അടുത്ത ആളുകളാണവർ എന്ന് ഇവർ വിശ്വസിച്ചു. സെയിം വിശ്വാസം തന്നെ നമ്മുടെ സമൂഹത്തിൽ ആളുകളും പറയും, ആ മഹാൻ അള്ളാഹു കൊടുത്ത കഴിവുണ്ട്, അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നതമായ സ്ഥാനം ആ മഹാനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞാൽ അള്ളാഹു തട്ടിക്കളയില്ല, അതുകൊണ്ടാണ് ആ മഹാനെ ഞങ്ങൾ വിളിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. സെയിം വിശ്വാസം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിങ്ങനെ കടന്നു വരാനുള്ള കാരണം ഒരാളോടുള്ള അമിതമായ കാക്കണം ഞങ്ങളെ ശൈഖോരെ, നിങ്ങളാണ് ഞങ്ങളെ നോക്കേണ്ടത് ശൈഖേ, നിങ്ങളാണ് ഞങ്ങളെ കാക്കേണ്ടത് ശൈഖേ, നിങ്ങളുടെ തണലല്ലാത്ത, നിങ്ങളുടെ തുണയല്ലാത്ത ഒരു തണലും ഞങ്ങൾക്ക് ഇല്ലല്ലോ ശൈഖേ എന്നിങ്ങനെ പാടുന്ന ആളുകൾ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് മഹാനവറുകൾക്കെന്ന് വിളിക്കപ്പെടുന്ന CM മടവൂരിന് അള്ളാഹു എന്തൊക്കെയോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നത സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നു അവർ. ആ വിശ്വാസം മുമ്പ് മുഹ്യിദ്ദീൻ ശൈഖുമായി ബന്ധപ്പെട്ടായിരുന്നു. മുഹ്യിദ്ദീൻ ശൈഖുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അതുണ്ടായിരുന്നത്. മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് പറയുന്ന വർത്തമാനങ്ങൾ, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയും, യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറ ഇർദി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയദ്ദീൻ. ഓ യാ സയ്യിദി, എൻ്റെ നേതാവേ, യാ സനദി വഗൗസി വയാ മദദി, എൻ്റെ അവലംബമായ, എൻ്റെ ആശ്രയമായ, എനിക്ക് സഹായം ചോദിക്കാനുള്ള എൻ്റെ സഹായത്തിൻ്റെ ഉറവിടമായ ശൈഖ് അവറുകളെ എന്ന് വിളിച്ചുകൊണ്ട് ശൈഖ് അവറുകളോട് പറയുന്ന വർത്തമാനങ്ങൾ അല്ലേ? ശൈഖിനെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്ന വരികൾ. ആ ശൈഖ് അവറുകളെ തങ്ങളുടെ പ്രയാസത്തിന് വിളിക്കുന്ന വരികൾ ധാരാളം കേരളക്കര നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ന്യൂ വെർഷനാണ്. ആലത്തിൻ ഒളിമിന്നും കതിർകത്തി തെളിഞ്ഞുള്ള സുൽത്താനുൽ ആരിഫായ നൂറേ ശൈഖേ, ആശിഖുകൾ കരം നീട്ടി കരുണക്കായിരക്കുന്നു സയ്യിദി CM ഖുതുബോരേ. ഇതാ ആശിഖുകൾ കരം നീട്ടി ഇരക്കുകയാണ്. നിങ്ങളുടെ കരുണ വേണം ശൈഖേ, നിങ്ങളുടെ ആ കാരുണ്യത്തിൻ്റെ നോട്ടം, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ആളുകളെ വിളിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ വിശ്വാസമാണ്, അവർക്ക് എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ടാണ് ശൈഖ് അവറുകൾ വിളിക്കുന്നത്. അപ്പോൾ ശൈഖ് എന്താ പറഞ്ഞത്? ശൈഖ് പറഞ്ഞ്, വല്ല നീലത്തിനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തരം
നൽകും ഞാനെന്നോവര്. എവിടെ നിന്ന് വിളിച്ചാലും വായ കൂടുതലും ഉത്തരം ഞാൻ തരാം എന്ന് ഷെയ്ഖ് പറഞ്ഞു എന്ന് ഷെയ്ഖിന്റെ പേരിൽ വേറൊരാൾ ആരോപിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഷെയ്ഖ് അവറുകൾക്ക് എന്തൊക്കെയോ വലിയ വലിയ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് എന്ന ചിന്ത ഈ സമൂഹത്തിൽ പടർന്നു പന്തലിച്ചു. അങ്ങനെയാണ് ഇവർ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന, അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടപ്പെടുന്ന ആളുകളായി അവർ അവരോധിക്കപ്പെടുന്നത്. അല്ലാതൊന്നും ഉണ്ടല്ല, എന്തോ ഉണ്ട് എന്ന് തോന്നാൻ, എന്തൊക്കെയോ കഴിവവർക്കുണ്ട്. ഈ തോന്നലായിരുന്നു എല്ലാവർക്കും അള്ളാഹുവിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ കഴിയുന്ന ശക്തി ഇവർക്കുണ്ട്. അവർ പറഞ്ഞില്ലേ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ ഇവരെ ഇബാദത്തെടുക്കുന്നത്, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് ഇവർ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനുള്ള ആളുകൾ എന്ന നിലക്കാണ്. ആ ഒരു കണക്ഷനുള്ള കഴിവർക്കുണ്ട്. നമുക്കോ ഡയറക്റ്റ് പോകാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളെ നാട്ടിലെ ഉസ്താദുമാർ ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് എൻ്റെ കൽബ് തകർന്നു പോയ, കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന ഉദാഹരണമാണ്. എന്താ? ഈ മഹാന്മാരോടുള്ള ഇത്തരം ബന്ധങ്ങളെ സ്ഥാപിക്കുവാൻ ചില ഉസ്താദുമാർ പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? ഇന്നിപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള ആള്, ഈ സ്ഥലത്തിൻ്റെ പേരെന്തിനു? പൂവത്തപ്പൊയിൽ. ഈ സ്ഥലത്തുള്ള ഒരാളെ നമ്മുടെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന് അറിയില്ല. കാരണം അദ്ദേഹത്തിന് നമ്മളുമായിട്ട് ബന്ധമില്ല, നമ്മളറിയില്ല. എന്നാൽ അദ്ദേഹത്തെ അറിയുകയും നമ്മളെ അറിയുകയും ചെയ്യുന്ന ഒരാൾ ഉണ്ടെങ്കിൽ, ഒരു ലോക്കൽ സെക്രട്ടറി, ആ ലോക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന് അറിയാം, നമ്മളെ ലോക്കൽ സെക്രട്ടറിക്കും അറിയാം. അതുകൊണ്ട് ലോക്കൽ സെക്രട്ടറി പോയിട്ട് മൂപ്പരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കാര്യം നമ്മളെ ഡയറക്റ്റ് അറിയില്ലെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യും? ലോക്കൽ സെക്രട്ടറിയുടെ ആ സ്ഥാനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇതല്ലേ പറഞ്ഞ ഉദാഹരണം, നഊദു ബില്ലാഹ് ഹാദാ ബുഹ്താനുൻ അളീം. ഇത് അള്ളാഹിന്റെ പേരുള്ള വമ്പിച്ച ദുരാരോപണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരോടാണ് ഇത് കണക്ട് ചെയ്തത്? എൻ്റെ റബ്ബിന് എന്നെ അറിയില്ലേ? ഹലോ, നിങ്ങളൊക്കെ മുണ്ടായിരിക്കണം. അറിയും. അതല്ലേ സൂറത്ത് മുൽക്ക്, അലാ യഅലമു മൽ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അവൻ സൃഷ്ടിച്ചവനെ കുറിച്ച് അങ്ങേറ്റം അറിയുന്നവനല്ലയോ അല്ലാഹു അറിയാതിരിക്കുമോ ജനങ്ങളെ? എൻ്റെ റബ്ബ് എന്നെ അറിയില്ല എന്നോ? അല്ലാഹു പറഞ്ഞത്, നാം അവനോട് ഏറ്റവും അടുത്തവനാണ്, അവൻ്റെ ജീവനാഡിയേക്കാൾ അടുത്തവൻ ഞാനാണെന്ന് റബ്ബ് പറയുമ്പോൾ, എൻ്റെ റബ്ബ് എന്നെ അറിയില്ല എന്ന് നിന്നോട് ആരാണടാ പറഞ്ഞത്? എൻ്റെ റബ്ബിന് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേറൊരുത്തനോ? നടന്നോടാണെന്ന് പറയും. എൻ്റെ റബ്ബ് യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. എൻ്റെ കൽബിൻ്റെ ഉള്ളിൽ ഞാൻ മറച്ചു വെച്ചത് അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. എൻ്റെ കണ്ണിൻ്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പോയിന്റുകളിലും എനിക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ടിരിക്കുന്നവനാണ് എൻ്റെ റബ്ബ്. എന്നെ അറിഞ്ഞ് എനിക്ക് തർബിയത്ത് ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ്. ആ റബ്ബിന് എന്നെ അറിയില്ലെന്നോ? നിങ്ങൾ ഏത് ഇസ്ലാമാണോ പറയുന്നത്? എന്നിട്ട് എന്നെ അറിയുന്ന ഒരാളാരാ? ബഗ്ദാദിലെ മുഹ്യിദ്ദീൻ ഷെയ്ഖ്. കുഴപ്പമില്ലല്ലോ. എൻ്റെ കണ്ടനാടിയേക്കാൾ, എന്നോട് എല്ലാ നിലക്കും അടുത്തിട്ടുള്ള എൻ്റെ റബ്ബിനേക്കാൾ എന്നെ അറിയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാട് പോലും കാണാതെ, ഈ നാടിനെ കുറിച്ച് അറിയാതെ ലോകത്തോട് വിട പറഞ്ഞു പോയ മുഹ്യിദ്ദീൻ ഷെയ്ഖിനോ
എന്നിട്ട് മൂപ്പര് വേണമല്ലോ എനിക്ക് അള്ളാൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ. വല്ലാത്തൊരു ദുരന്തം തന്നെയാണല്ലേ. എന്താ? റബ്ബിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, റബ്ബിൻ്റെ വിശേഷണം അറിയില്ല. അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും ഖൽബിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ അർത്ഥവും ആശയത്തോടെയും കൂടെ ഉറപ്പിച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് പറ്റിയ അബദ്ധം. അപ്പോഴാ വിചാരിച്ച് എന്തൊക്കെയോ വേണം എന്നൊരു തോന്നലുണ്ടായത്. ഇല്ല, അങ്ങനൊന്നുമില്ല. എൻ്റെ റബ്ബിനോട് എനിക്ക് എന്തും എപ്പോഴും എങ്ങനെയും പറയാം. കാരണം എൻ്റെ റബ്ബ് അവൻ ഞാൻ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അതല്ലേ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? മല്ലം യസ്അലില്ലാ യഗ്ളബ് അലൈഹി. ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ അവനോട് അള്ളാഹുവിന് ദേഷ്യമാണ്. ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ അവനോട് അള്ളാഹുവിന് വെറുപ്പാണ് നാം. മാത്രമല്ല 25-ാം അധ്യായം സൂറ അൽ ഫുർഖാൻ, ആ സൂറത്ത് അൽ ഫുർഖാനിൻ്റെ അവസാനത്തെ ആയത്ത്, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. ഖുൽ നബി നീ പറയണം, മാ യഅബഉ ബികും റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുന്നതേ അല്ല, ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, റബ്ബിനോട് ചോദിക്കാൻ എന്തിനാ വേറൊരാള്? എന്തിനാണ്? അള്ളാൻ്റെ ചോദ്യമാണത്, റസൂലുള്ളാഹിൻ്റെ വർത്തമാനാണത്. അള്ളാഹുവിനോട് ഒരാൾക്ക് സങ്കടം പറയാൻ, അള്ളാഹുവിനോട് തൻ്റെ സങ്കടം പറയാൻ വേറൊരാളുടെ ആവശ്യമില്ല. കാരണം ആ ആവശ്യക്കാരനെന്ന് പറയുന്ന ആളും അള്ളാഹിലേക്ക് ആവശ്യക്കാരനാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ ഒരാളെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോഴും അയാൾ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ഖഹരിയത്തിലാണ്, അവൻ്റെ ഖദറിലാണ്, അവൻ്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശത്തിലാണ്. അയാൾക്ക് ജീവിക്കണമെങ്കിൽ, അയാൾക്ക് നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ട്. നിങ്ങളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം വളരെ ഗഹനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ എന്തിന് അല്ലാഹുവല്ലാത്തവരെ വിളിക്കണം? ഗൗരവതരമായ ചോദ്യം. ഞാൻ എന്തിന് വിളിക്കണം? കാരണം എനിക്ക് വേണ്ടതെല്ലാം ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാതെ സംവിധാനിച്ച് സൗകര്യമൊരുക്കി തന്നവനല്ലേ എൻ്റെ റബ്ബ്? ആണോ അല്ലേ? ഹലോ, ആണോ അല്ലേ? ആണ്. നിങ്ങളുടെ ശരീരം നോക്ക്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണേ. നിങ്ങളുടെ ശരീരം നോക്ക്. നിങ്ങളെ കണ്ണുകൾ ആരാ തന്നത്? ആരാ തന്നത്? പറഞ്ഞൂട്. ആരാ തന്നത്? അല്ലാഹു അല്ലേ? നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും അതിൻ്റെ കൃത്യമായ തോതിൽ സന്നിവേശിപ്പിച്ചവൻ ആരാണ്? അല്ലാഹുവാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ വളരെ അത്ഭുതകരമായ, നിങ്ങളുടെ കിഡ്നി, അതെ, അതുപോലെ നിങ്ങളുടെ ഹൃദയം, അങ്ങനെ ചെറുതും വലുതുമായ ആന്തരിക അവയവങ്ങൾ അത് സംവിധാനിച്ചതാരാ? അല്ലാഹു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ്? അല്ലാഹു. എനിക്കൊരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ. ഈ ശരീരത്തിലെ ഈ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അംശം, ഏതെങ്കിലും ഒരു ഭാഗം, ഈ ലോകത്ത് വിളിച്ചു തേടപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, അത് നബി ആവട്ടെ, വലിയാവട്ടെ, ഇനി ജിന്നാവട്ടെ, മലക്കാവട്ടെ, ഏതോ ആവട്ടെ, ഇവരാരെങ്കിലും എൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സംവിധാനിച്ചതിൽ പങ്കുണ്ടോ? പറയും ഉണ്ടോ? ഇല്ല. ഉറപ്പായേ? ഉറപ്പായേ? അപ്പം എനിക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി തന്നതിൽ ഇന്ന് വിളിച്ചു തേടപ്പെടുന്ന ഒരാളുമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം റസൂലുള്ളാഹിനെ വിളിച്ചിട്ട്
യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി ഇലാ ഹദീ. ഓ നബിയേ, എൻ്റെ കൈക്ക് പിടിക്ക്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്, നിങ്ങളല്ലാതെ എനിക്ക് അഭയം തേടി ചെല്ലാൻ ആരാ ഉള്ളത് നബിയേ? നഊദു ബില്ലാഹ്. അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഈ അടുത്ത കാലത്ത് ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ബുർദ മജ്ലിസ്. ഇതാണ് മുജാഹിദായുള്ള പ്രശ്നം, മനസ്സിലല്ലേ? വെള്ളം എടുത്തു തരാൻ പോലും ഒരുത്തനും ഉണ്ടാവില്ല. മനസ്സിലായ? ചില ആളുകൾക്ക് വിചാരിക്കുക എന്തൊക്കെ കിട്ടിയിട്ട് കണ്ട് പോകുന്നതാണെന്ന് വിചാരിക്കലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വട്ട് പിടിച്ചോളി, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും ആളുണ്ടാവില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഉണ്ടായൊരു സംഗതിയാണ് ഈ ബുർദ മജ്ലിസ്. ബുർദ മജ്ലിസ് എന്നല്ല അതിൻ്റെ പേര്, വെറുതെ മജ്ലിസ് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് സമ്മിശ്രമായ തർക്കങ്ങളും ചർച്ചകളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കിടക്കണില്ല. വേണ്ടി വന്നാൽ ചർച്ച ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല കേട്ടോ. നമുക്ക് അന്ന് പ്രശ്നമൊന്നുള്ള കൂട്ടത്തിലൊന്നും അല്ല നമ്മൾ. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ബുർദ മജ്ലിസ് എന്ന് പറയപ്പെടുന്ന സാധനം ശരിക്കും നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഒരു അസല് കിടക്കുന്നത്, ഇപ്പോഴത്തെ ഈ ബുർദ മജ്ലിസുകളുടെ അസല് കിടക്കുന്നത് വടക്കേന്ത്യയിലാണ്. വടക്കേന്ത്യയിലാണ്. അതുകൊണ്ടാണ് ഈ വടക്കേന്ത്യൻ സ്റ്റൈലാണ് ഇപ്പോൾ ഇവിടൊക്കെ കേട്ടെ. അപ്പം നിങ്ങൾ കേട്ടാണ് ഈ ബുർദ മജ്ലിസ് പുക്കാറോ കേട്ടില്ലേ? നിങ്ങൾ കേട്ടില്ലേ? ഇടക്കിടക്ക് ഇങ്ങനെ കേൾക്കാം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും യാ റസൂലല്ലാഹ് എന്നിങ്ങനെ തുടങ്ങുന്ന വെച്ചപ്പോൾ അതിൻ്റെ ഇടക്ക് പുക്കാറോ എന്നിങ്ങനെ ഇടക്ക് കേൾക്കാം. ബോലോ ബിൽക്കർ ബോലോ ഊഞ്ചോ ബോലോ. ഇതൊക്കെ ഇവിടെ ഇത് മലയാളികളല്ലേ, കേരളക്കാരല്ലേ? എന്നത് വന്ന് ഇത് അവിടെ നിന്നുള്ള സംഗതിയാണ്. ഈ സംഗതികളൊക്കെ അങ്ങോട്ട് ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ വന്ന് നമ്മളെ നാട്ടിലൊക്കെ എന്ത് ചെയ്യാൻ ഈ ബുർദ മജ്ലിസ് ഇങ്ങനെ ശരിയായിട്ട്. യഥാർത്ഥത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളതൊക്കെ ഇതിൻ്റെയൊക്കെ ഉസ്താദായിരുന്നു. അപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനത്തെ ഈ പിരാന്തില്ല. ഇപ്പോൾ കാണിക്കുന്ന ഈ കൊട്ടലും മുട്ടലും പാടലും ആ പരിപാടി ഒന്നുമില്ല. അന്ന് നമ്മളൊക്കെ എന്താ സ്റ്റൈല് തുടങ്ങി വരുന്നൊരു കാലമാണ്. പിന്നെ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ അനുജനും കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരിയുടെ മകൻ ഇ കെ മുഹമ്മദ് ദാരിമി അൽ ഖാദിരി, എൻ്റെ ഷെയ്ഖിൻ്റെ ഷെയ്ഖ്, അതായത് അദ്ദേഹത്തിൻ്റെ ഷെയ്ഖാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് എംബൈ അബ്ദുള്ള ദാരിമി അൽ ഖാദിരി, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ ഖാദിരിയ തരീഖത്തിലുള്ള കാലമാണ് ഞാൻ പറയുന്നത്. ഖാദിരിയ തരീഖത്തിൽ അന്ന് ആലുവ ഭാഗത്ത് ജലാലിയ റാത്തീബിൻ്റെ അമീർ കൂടിയായിരുന്നു ഞാൻ. ജലാലിയ റാത്തീബ് എന്ന് പറഞ്ഞാൽ ഖാദിരിയ റാത്തീബിൻ്റെ വേറൊരു ടൈസാണ്, മനസ്സിലായി? അന്ന് ആ കാലഘട്ടത്തിൽ അവിടെയൊക്കെ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ഉടനത്തെ കാലം, അന്ന് ഇതൊക്കെ ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് കൂടെ കൂടിയത് ഈ റഫീഖൊക്കെ ബൈക്കടവുള്ള. അപ്പോൾ അതിന് തൊട്ടു മുമ്പത്തെ കാലം ജലാലിയ റാത്തീബിൻ്റെ ഒക്കെ അമീറായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഈ ബുർദ ചൊല്ലുമ്പോൾ അന്നത്തെ ഒരു സ്റ്റൈലുണ്ട്. മൗലായ മൗലായ സ്വല്ലി മൗലായ സ്വല്ലി വസല്ലിം മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബി അലാ ഹബീബിക ഖൈറിൽ അലാ
ബിദമീമി. ഇതായിരുന്നു ആദ്യത്തെ സ്റ്റൈല്. ഇങ്ങനൊക്കെ ഒരു മൗലായ ചൊല്ലി തുടങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അന്നൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അന്നിങ്ങനെ അടിച്ചു മിന്നി പാടിപ്പോകല. മനസ്സിലായ? ആ കാലഘട്ടത്തിലൊക്കെ ഇതെന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. പിന്നെയാണ് മനസ്സിലായത് ഈ സാധനം ഒരു കവിതയാണല്ലോ. കവിതയാകുമ്പോൾ അതിൻ്റെ സാങ്കല്പികവും അതിശയോക്തിയും ഭാവനാത്മകതയും എല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ വാക്ക് ആദ്യം അമിൻ തദക്കുരി ജീറാനിം ബിദി സലമി മസജിതദം അൻജറ മിൻ മുഖ്ലത്തിൻ ബിദമി. ദീസലം എന്ന നാട്ടിലെ അയൽക്കാരനെ ഓർത്തിട്ടാണോ സഖി നിന്നിണം ചേർത്ത കണ്ണുനീർ ചാലിട്ടൊഴുക്കിയത്? എന്ത് മനസ്സിലായി? ഹലോ, എന്താ തിരിഞ്ഞ്? ഞാനൊരു മുസ്ലിയാരെ പ്രസംഗത്തിൽ കേട്ട് ഈ ബുർദ മരിക്കാൻ കിടക്കുന്നവരുടെ മുന്നിൽ ഓതിയിരുന്നു എന്ന്. നല്ല കഥയായി. സക്കറാത്തിൻ്റെ ഹാലിൽ കിടക്കുന്ന ഒരുത്തൻ ഈ ബലിയല്ലേ, മരണപ്പെടാൻ പോണ സമയമാണ്. അയാളുടെ റൂഹ് പിരിയുന്നതിന് തൊട്ട് മുമ്പുള്ള ബേജാറിൻ്റെ സമയത്ത് മുലാരി ചോദിക്കുകയാണെന്ത്? അമിൽ തദക്കുരി ജീറാനിം ബിദി സലമി മസജിതദം അൻജറ മിൻ മുഖ്ലത്തിൻ ബിദമി. ദീസലം എന്ന നാട്ടിലെ അയൽക്കാരനെ ഓർത്തിട്ടാണോ സഖി നിന്നിണം ചേർത്ത കണ്ണുനീർ ചാലിട്ടൊഴുക്കിയത്? അടുത്തെന്താ? അംഹബ്ബത്തിർ റീഹു മിൻ തിൽകാഇ കാളിമത്തിൽ വഅൗമൽ ബർഖു ഫിൽ മാഇ മിൻ ഇളമി. അല്ല, കാളിമത്തിൻ്റെ ഭാഗത്തുനിന്ന് വല്ല കാറ്റും അടിക്കുന്നുണ്ടോ? അല്ല, ഇളമിൻ്റെ ഭാഗത്തുനിന്ന് മിന്നൽ പിണറടിക്കുന്നുണ്ടോ? ആരോടായി ചോദിക്കണത്? ആരോടാ ചോദിച്ചത്? മരിക്കാൻ ഓൻ ആ സമയത്ത് എങ്ങാനും ഓർമ്മ ഉണ്ടോ? കൊടുക്കണം ചങ്ങായി, ഞാൻ ഇവിടെ ബേജാറായിട്ട് കിടക്കുക, ഇജ്ജ് എൻ്റെ അടുത്ത് ഭർത്താനം ചോദിക്കത്. മനസ്സിലായോ? ഈ സാധനാണ് ഇങ്ങനെ പോരിശയാക്കി ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതിൽ ഈ രൂപത്തിലുള്ള അതിശയോക്തി വർത്തമാനങ്ങൾ പോരാത്തതിനോ യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ അമീമി. റസൂലുള്ളാഹിനെ വിളിക്കാൻ യാ അക്രമൽ ഖൽഖി, സെട്ടികളിൽ ഏറ്റവും അക്രമായ നബിയേ, നബിയെ നിങ്ങളല്ലാതെ ആരാ? എനിക്ക് കാലവിപത്ത് വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ എന്നെ സഹായിക്കാൻ നിങ്ങളല്ലാതെ ആരാ എന്ന് വിളിച്ചു ചോദിക്കുന്ന വരികൾ പിന്നെയും അപകടകരമായ അതിലേക്കൊന്നും പോകല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സംഗതി ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഇത്തരം പണികളൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്നറിയണമെങ്കിൽ ഈ സംഗതികളെല്ലാം ജനങ്ങളെ തങ്ങളുടെ ഇഷ്ടത്തിനും തങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നിർത്തണം. അല്പം പാട്ടും പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലേ ആളുകൾക്കൊരു രസം ഉണ്ടാവുള്ളൂ. മനസ്സിലല്ലേ? കുറച്ച് ഒച്ചപ്പാടും ബോളവും പാട്ടും ഒക്കെ ഉണ്ടായാലാണ് ആളുകൾ ഈ സദസ്സിൽ എന്ത് ചെയ്യുള്ളൂ, മജ്‌ലിസിലിരിക്കുള്ളൂ. അതിങ്ങനെ പോയി ഇപ്പോൾ വിവാഹ സദസ്സിലെത്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിവാദമൊക്കെ ഉണ്ടോ? ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല കേട്ടാ, അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊക്കെ ഒരു വല്ലാത്ത വിഷമത്തിലായി, ഒരു സങ്കടത്തിലായി, ഒരു മാപ്പ് പറയുന്നു, താണുകേണ് പറയുന്നു, പലതും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയും അങ്ങോട്ട് പോല. പക്ഷെ അതൊക്കെ ഈ സമൂഹത്തിലേക്ക് വരുന്നത് ഇത്തരം ചില സമ്പ്രദായങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ബേസിക് കിടക്കുന്നത് ഈ പറയപ്പെടുന്ന ആളുകൾക്ക് എന്തൊക്കെയോ വലിയ മഹത്വമുണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ നിന്നാണ്. ശരി, അമ്പിയാക്കൾക്ക് മഹത്വമുണ്ടോ? ഉണ്ട്. ലാ ശക്ക ഫീഹി വലാ ഡൗട്ട് വലാ സംശയ വലാ സന്ദേഹ ഫീഹി. ഉറപ്പാണ്, അവർക്ക് ബഹുമാനമുണ്ട്, മഹത്വമുണ്ട്. ഔലിയാ ബഹുമാനമുണ്ടോ? ഉണ്ട്. മഹത്വമുണ്ടോ? ഉണ്ട്. സംശയമില്ല. നീ ആരാണ് വലിയെന്നൊക്കെ ഞാൻ പിന്നെ പറയാം, ഇപ്പം സമയമൊന്നുമില്ല. കാരണം അതൊക്കെ പറഞ്ഞു പോകണമെങ്കിൽ ഒരു വിഷയം അങ്ങനെ തന്നെ പറയണം. ആരാണ് വലിയ, എന്താണ് കറാമത്ത്, അത് വേറെ വിഷയം വിശദീകരിക്കേണ്ടതാണ്. ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു സൂചന പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ഇവർക്കൊക്കെ മഹത്വമുണ്ട്, സംശയമില്ല. എന്നാൽ
എന്നാൽ അവരുടെ മഹത്വമോ അവരുടെ അള്ളാഹുവിൻ്റെ അടുത്തുള്ള സ്ഥാനമോ നമ്മുടെ സങ്കടങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന സ്ഥാനമോ മഹത്വമോ അല്ല. നമ്മുടെ പ്രയാസം അർപ്പിക്കപ്പെടാനുള്ള മഹത്വമോ അല്ലെങ്കിൽ സ്ഥാനമോ അല്ല. കാരണം അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അത് ഈ പറയപ്പെടുന്ന നബിമാർക്കുമില്ല, വലിയുകൾക്കുമില്ല. എന്തുകൊണ്ട്? അവർക്ക് നമ്മുടെ നാട്ടിൽ പറയപ്പെട്ടതുപോലെ നമ്മൾ വിളിച്ചു തേടുമ്പോഴേക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക കഴിവ് അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യട്ടെ. ഇല്ല. ഇനി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് പ്രചാരണം വന്നതാണ് മജ്‌ലിസുന്നൂർ എന്ന് പറയപ്പെടുന്ന ഒരു സാധനം. മുമ്പ് ഇതിൻ്റെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അത് ബദരിയത്ത് എന്ന് പറഞ്ഞും ബദരിയ ഹംസിയ എന്ന പേരിലും ഹിസ്ബുൽ മദരിയൻ എന്ന പേരിലും അസ്മാഉൽ ബദരി എന്ന പേരിലും ഒക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ജലാലിയ റാത്തീബ് അല്ല, ഈ മജ്‌ലിസുന്നൂർ എന്ന് പറയപ്പെടുന്ന പരിപാടി ഈ അടുത്ത കാലത്ത് എല്ലാ മഹല്ലിലും ഇപ്പം അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചൊല്ലാനിരിക്കുന്ന മനുഷ്യൻ്റെ വിശ്വാസം എന്താണ്? കാരണം അതിൽ പറയണമൊക്കെ ബദരീങ്ങളുടെ പേരുകളാണ്. ബദരീങ്ങളുടെ പേരുകളാണ് പറയാം. ആ ബദരീങ്ങളുടെ പേരിങ്ങനെ ഉരുവിട്ട് അവരെ വിളിച്ച് സങ്കടം പറയുമ്പോൾ ഇയാളുടെ മനസ്സിലെ വിശ്വാസം എന്താ? ഇയാൾ എന്താ ആഗ്രഹിക്കുന്നത്? അൽഹംദുലില്ലാഹ് ബദരീങ്ങളെ വിളിച്ചിട്ടുണ്ട്, ബദരീങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ വിളി കേൾക്കും, എൻ്റെ പ്രയാസം ദൂരീകരിച്ചു തരും എന്നല്ലേ വിശ്വസിക്കുന്നത്? ആണോ അല്ലേ? വെറുതെ വെച്ചിട്ടല്ലോ, അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ടല്ലോ അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബദർ ശുഹദാക്കൾക്ക്, ബദറിൽ പോരാടിയവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? വേണോ വേണ്ടേ? വേണമല്ലോ. ഞാനതിൽ 319 ആളുകളാണ് ബദറിൽ പോരാടിയത്. 313 എന്ന് പറയപ്പെടുന്നുണ്ട്, 319 ആളുകളാണ്. ആ 319 ആളുകളുടെ ചരിത്രം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്താൽ, കാരണം എന്താ? ആ 319 ബദർ ശുഹദാക്കളിൽ 150-ലധികം വരുന്ന ബദരീങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് പലതരത്തിലുള്ള അപകടങ്ങൾ പിണഞ്ഞുകൊണ്ടാണ്, വലിയ രോഗം ബാധിച്ചുകൊണ്ടാണ്, അതുപോലെ തന്നെ പലരുടെയും ചതിപ്രയോഗങ്ങളിൽ വീണുകൊണ്ടാണ് 150-ൽ പരം ബദരീങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ ചരിത്രം ഒന്ന് പഠിക്കുക നിങ്ങൾ. സാമ്പിളിന് 2 എണ്ണം ഞാൻ പറയട്ടെ. 2 എണ്ണം സാമ്പിളിന് പറയാൻ. ബദർ ശുഹദാക്കളിലെ പ്രഗൽഭരായ ആളുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്ത മഹാന്മാരായ ബദർ ശുഹദാക്കൾ. ആ ബദർ പോരാളികൾ, അവരിലെ പ്രധാനപ്പെട്ട ആളുകൾ സിദ്ദീഖുൽ അക്ബർ, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇനിയും ധാരാളം പേരില്ലേ? അതിൽ നിന്ന് ഞാനൊരു പേരുകാരനെ പറയാം. അത് ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താ അറിയോ? ഏറെ മികന്തുള്ള പേറ്റ് വരുത്തത്തിൽ ഇന്റെ സ്വഹാബികൾ പേരിനെ ഓതുകിൽ കുറിമുടിയും മൂനം പള്ള തന്നിന്ന് കുട്ടി പിറക്കലിൽ ഇല്ലാശക്കെന്നോവർ എന്നാ പറഞ്ഞത്. പ്രസവവേദന എടുത്ത് പ്രയാസപ്പെടുന്ന ഒരു പെണ്ണിൻ്റെ മുന്നിൽ ബദരീങ്ങളുടെ പേര് വിളിച്ചു പറഞ്ഞ്, ആ ബദരീങ്ങളുടെ പേര് വിളിച്ച് സഹായം തേടിയാൽ ആ ബദർ ശുഹദാക്കൾ ഇടപെടും, ആ പെണ്ണിൻ്റെ വയറ് ക്ലിയറാക്കും,
രണ്ടും രണ്ടാക്കി തരും, ഒരു പ്രശ്നമില്ലാതെ രക്ഷപ്പെടുത്തരും എന്നല്ലേ പറഞ്ഞത്? ആണോ അല്ലേ? ആണോ അല്ലേ? ആണ്. അതുകൊണ്ടാണ് ഈ ചരിത്രം പറയാൻ പോണത്. ബദർ പോരാളികളുടെ കൂട്ടത്തിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പ്രഗൽഭനായ ബദർ പോരാളിയാണ് മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ബദർ പോരാളികളുടെ കൂട്ടത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മഹാനാണ്. എന്തുകൊണ്ടാണത് രേഖപ്പെടുത്താനുള്ള കാരണം? ബദർ യുദ്ധത്തിലേക്ക് തീരുമാനിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെയും അതുപോലെ മുഹാജിറുകളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് അവരോട് കൃത്യമായി ഈ വിഷയത്തിൻ്റെ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ച സമയം രണ്ടുപേരോടും അഭിപ്രായം ചോദിച്ചു. പറയുന്ന അഭിപ്രായം, ആ അഭിപ്രായം ചോദിച്ച സമയം മുഹാജിറുകളുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിച്ചത് മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ആണ്. ഒരുപക്ഷെ എൻ്റെ കൂടെ ഉംറയ്ക്ക് വന്ന ആളുകൾ, ഹജ്ജിന് വന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവർക്കതറിയാം. കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ ബദറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ചരിത്രങ്ങളെല്ലാം ബസ്സിൽ വെച്ചും പുറത്തു വെച്ചുമൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ജയ്സലിനും അവൻ്റെ പെണ്ണുങ്ങൾക്കൊക്കെ അറിയാം. അതുപോലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ചരിത്രം നേർക്കുനേരെ കേൾക്കണം. ബദറിൻ്റെ പോരാട്ട ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ആ ചരിത്രം നമ്മൾ സംസാരിക്കുന്നത്. അവിടെയാണ് മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് വർത്താനുണ്ട്. നബിയേ, ഞങ്ങൾ ഒരിക്കലും നന്ദി കെട്ട ബനൂ ഇസ്രായേലുകൾ പറഞ്ഞതുപോലെ പറയില്ല. അവരെന്താ പറഞ്ഞ മൂസ നബിയോട്? ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. ഓ മൂസ, നീയും നിന്റെ റബ്ബും കൂടി പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങളിവിടെ ഇരുന്നു കൊള്ളാം. ഇത് ഞങ്ങൾ പറയില്ല നബിയെ. ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ. നിങ്ങളും റബ്ബും കൂടി ഇറങ്ങിക്കോ, ഞങ്ങൾ നിങ്ങളോടൊപ്പം യുദ്ധത്തിനുണ്ട്. ഇത് പറഞ്ഞ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു, ശ്രദ്ധിക്കണം നിങ്ങൾ, അദ്ദേഹം നല്ല വയറുള്ള ആളായിരുന്നു, നല്ല കുടവയറുള്ള ആളായിരുന്നു. അങ്ങനെ മദീനയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് റോമക്കാരനായ ഒരു അടിമച്ചക്കം വന്നുകൊണ്ട് പറഞ്ഞു, ഏ മിഖ്ദാദ്, നിങ്ങളുടെ ഈ കുടവയറ് ഞാൻ ചുരുക്കിത്തരാം. ഞങ്ങളുടെ നാട്ടിലൊരു ചികിത്സയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഈ വലിയ വയറ് ഉണ്ടെങ്കിൽ അവരുടെ വയറ്റിലെ കൊഴുപ്പ് നീക്കാനായി അടിവയറിൻ്റെ ഭാഗം ഒന്ന് പൊട്ടിച്ചിട്ട് കൊഴുപ്പെടുത്ത് നീക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. എനിക്കതറിയാം, ഞാൻ ചെയ്തു തരാം. നിങ്ങൾ സന്നദ്ധനാണോ എന്ന് ചോദിച്ചു. ശ്രദ്ധിക്കണേ, എൻ്റെ ശബ്ദം ഇവിടുന്ന് കേൾക്കുന്ന മുഴുവൻ ആളുകൾ ശ്രദ്ധിക്കണം. ഈ ബദർ പോരാളി സമ്മതിച്ചു. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു കടന്നു. ആ റോമക്കാരനായ അടിമ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടിവയർ തൻ്റെ കയ്യിലിരിക്കുന്ന മൂർച്ചയേറിയ ആയുധം കൊണ്ട് ചെറുതായൊന്ന് പൊട്ടിച്ചു. എന്നിട്ട് കൊഴുപ്പിങ്ങനെ നീക്കാൻ തുടങ്ങി. കൊഴുപ്പ് നീക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ശക്തമായ രക്തസ്രാവം വരികയാണ്. ചീറ്റി ഒഴുകുന്ന രക്തം കണ്ട് പേടിച്ചുപോയി ആ ചെറുപ്പക്കാരൻ മിഖ്ദാദിനെ ശുശ്രൂഷിക്കേണ്ടതിന് പകരം പേടിച്ചിട്ട് അയാൾ ഓടിക്കളഞ്ഞു. വയറിൻ്റെ അടിഭാഗം കീറി രക്തം ചാലിട്ടൊഴുകുന്ന ബദർ പോരാളിയായ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു അവിടെ കിടക്കൻ. അവസാനം അവിടെ കിടന്ന് രക്തം വാർന്നാണ് ബദർ പോരാളിയായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. ഈ ചരിത്രം പഠിച്ചൊരാള് മിഖ്ദാദ് തങ്ങളെ എന്നെ രക്ഷിക്കോ, എനിക്കൊന്ന് സഹായം തരുമോ എന്ന് ചോദിക്കൂല. കാരണം മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന് ആ കഴിവില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ കഴിവുണ്ട് സങ്കല്പിക്കുക.
എൻ്റെ കയ്യിന് കഴിവുണ്ടോ? ഇല്ലേ? കഴിവുണ്ട് അല്ലേ? എൻ്റെ കൈ കഴിവുണ്ട്. കാലിന് കഴിവുണ്ടോ? ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ നിങ്ങൾ കണ്ട എൻ്റെ കാലിന് നടക്കാൻ കഴിവുണ്ട്. ഒരു ചെറിയ കുഞ്ഞ് അതിങ്ങനെ മുട്ടുകാലിൽ നീന്തി വലിഞ്ഞ് ഈ റോഡിലേക്ക് കയറുകയാണ്. അവിടുന്ന് വണ്ടി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. വെള്ളം ഒഴിക്കാൻ വന്ന വെറുതെ പറഞ്ഞ. അപ്പോൾ ഈ റോഡിലേക്ക് കയറുന്നു. എനിക്ക് കയ്യിന് കഴിവുണ്ട്, എൻ്റെ കാലിനും കഴിവുണ്ട്. ആ കുട്ടി റോഡിലേക്ക് കയറുന്നു. ഞാൻ എന്ത് ചെയ്യണം? മറുപടി പറയും കാക്കമാരെ. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കഴിവ് ഉപയോഗിച്ച് ആ കുട്ടിയെ രക്ഷപ്പെടുത്തണം. ഞാൻ അനങ്ങാതെ ഇവിടെ ഇരുന്നു. ആ കുട്ടിക്കൊരു വണ്ടി ആക്സിഡന്റ് പറ്റി, ആ കുട്ടിക്ക് ജീവഹാനി സംഭവിച്ചാൽ ഞാൻ കുറ്റക്കാരനാണോ? അല്ലേ? ആണോ? അല്ലേ? ആണ്. എങ്കിൽ എൻ്റെ അടിവയറ് കീറുമ്പോൾ ആ അടിവയറ് ശരിയാക്കുവാനുള്ള കഴിവ് എനിക്കുണ്ടായിട്ടും ഞാൻ ആ കഴിവ് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തവനാണോ? അല്ലേ? പറ. ആണ്. എങ്കിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു കുറ്റക്കാരനാണോ? അല്ലേ? ഞാൻ പറയും കുറ്റക്കാരനല്ല. എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരു കഴിവ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഇല്ല. എന്നാൽ കഴിവുണ്ട് എന്ന് പറയുന്നവർ, ഒരു പെണ്ണിൻ്റെ പ്രസവം, ആ പ്രസവം സുഖവുമായി നടക്കാൻ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഇടപെടും, അത് ഭംഗിയാക്കി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നവൻ, അങ്ങനെ ചെയ്യാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. അങ്ങനെ വിശ്വസിക്കുന്നവൻ, ഞാൻ പറയുന്നു, അയാളുടെ വിശ്വാസപ്രകാരം മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആത്മഹത്യ ചെയ്തു എന്നാ പറയാ. നഊദു ബില്ലാഹ്. അത് പറയാൻ ഒരു മുവഹിദായ എനിക്ക്, മുഅ്മിനായ എനിക്ക്, മുജാഹിദായ എനിക്ക് സാധ്യമല്ല. എങ്ങനെ വിളിക്കാം? എങ്ങനെ വിളിക്കും ബദരീങ്ങളെ? രണ്ടാമത്തത് ഇനി വിളി കേൾക്കില്ലെന്ന് ഞാൻ പിന്നെ പറയട്ടാ. രണ്ടാമത്തത്, മജ്‌ലിസിനൂറിൽ പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചോളി. രണ്ടാമത്തത്, മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ബദർ പോരാളിയാണ്. അള്ളാന്റെ ഹബീബിൻ്റെ കൂടെ ബദർ പോരാട്ടത്തിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. ആ ത്വൽഹ റളിയല്ലാഹു അൻഹു അതാ സിഫീൻ യുദ്ധം നടക്കുന്ന സമയം തൻ്റെ കുതിരപ്പുറത്ത് ഇരിക്കുകയാണ്. ആ കുതിരപ്പുറത്ത് ഇരിക്കുന്ന സമയം ദൂരെ നിന്നൊരമ്പ് ഇങ്ങനെ വരുന്നു. ആ അമ്പ് നേരെ പതിക്കുന്നത് ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ തുടയിലേക്കാണ്. തുടയിലൂടെ കടന്ന് ആ ശരീരം തുളച്ച് അത് കുതിരയുടെ ശരീരത്തിലേക്ക് കടന്നു പോവുകയാണ്. വേദന കൊണ്ട് പിളഞ്ഞ ആ കുതിര ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് ഓടാൻ തുടങ്ങുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു കുതിരയിൽ നിന്ന് വീഴുകയാണ്. പക്ഷേ കാല് കുതിരയുടെ ശരീരവുമായി അമ്പ് കൊണ്ട് ബന്ധിക്കപ്പെട്ടതിനാൽ അദ്ദേഹം നിലത്ത് വീഴുന്നില്ല. അദ്ദേഹത്തിൻ്റെ തല ആ ഭൂമിയിൽ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ആര്? ബദർ പോരാളിയായ. ഇവിടെ ചില മനുഷ്യന്മാർക്ക് അന്തം പോയിട്ടേ, ശരിക്കും അങ്ങനെ പറയണം, അതുകൊണ്ടാണ്, ക്ഷമിക്കണം നിങ്ങൾ. ചില ആളുകൾക്ക് തൻ്റെ കാറിൻ്റെ നമ്പർ വെറുതെ പോയി RTOയ്ക്ക് പൈസ കൊടുത്തിട്ട് പിന്നെ 313 ആക്കിയിട്ട് വരും. എന്തിനാക്കിയത്? 313 എന്ന ഫാൻസി നമ്പർ കണ്ടിട്ടാണോ? ആണോ? അല്ല. ആ നമ്പർ ആരുടെ നമ്പറാണ്? ബദർ പോരാളികളുടെ നമ്പർ. ആ നമ്പർ ഞാൻ എഴുതി വെച്ചാൽ ഞാൻ എൻ്റെ കാർ ഒരു അപകടത്തിൽ പെടാൻ പോയാൽ ആര് സഹായിക്കും? ബദരീങ്ങൾ വരും, പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ വിശ്വാസത്തിലാവും 313 ലക്ഷക്കണക്കിന് ഉറുപ്പ് കൊടുത്ത് വാങ്ങിച്ചത്. മഹാവിഡ്ഢി എന്നല്ല എന്ത് പറയാനാ? മനസ്സിലായോ? ആ സഹാബികളിൽപ്പെട്ട ഒരാളുടെ കഥ ഞാൻ പറയണത്. കുതിരപ്പുറത്ത് ഇരിക്കുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൽ അമ്പുകൊണ്ട് കുതിരയുടെ ശരീരവുമായി ബന്ധിച്ച് കുതിര ഓടി. അദ്ദേഹം നിലത്ത് വീണു. തല നിലത്തിങ്ങനെ അടിക്കാൻ തുടങ്ങി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, സഹോദരങ്ങളെ, ആരെങ്കിലും ഒന്ന് ഓടി വരൂ, ഈ കുതിരയെ ഒന്ന് പിടിച്ചു നിർത്തുമോ, എന്നെ ഒന്ന് രക്ഷിക്കുമോ? ആര് വിളിച്ച്? പറ. ആര്? ബദർ പോരാളി വിളിക്കാണ്.
ചുറ്റുഭാഗത്തുള്ളവരോട് നോടി വരീൻ, ഒന്ന് പിടിക്കീൻ, ഇന്നെ രക്ഷിക്കീൻ. ഇവിടുന്ന് വിളിച്ചു പോവാണ്, എല്ലാ ബലാലും ആപത്തും ഇടങ്ങേറുകൾ മുസീബത്തും എന്നിവൻ ഇവിടുന്ന് പാടാണ്. എന്തൊരവസ്ഥ എന്ന് വെച്ചാൽ, മജ്‌ലിസുന്നൂറിൽ പോയിരിക്കുന്ന ആൾ പാടാണ്, എല്ലാ ആപത്തും മുസീബത്തും ഒക്കെ ബദരീങ്ങളെ അവർ ഒതക്കം കൊണ്ട് എങ്ങനെയാടോ? ഈ തൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുന്നു. ഒരു അടിമച്ചക്കൻ കുതിരയുടെ പിന്നാലെ പാഞ്ഞു. അവസാനം അയാൾ മൽപിടുത്തം നടത്തി കുതിരയെ പിടിച്ചു നിർത്താൻ ശ്രമിച്ച അവസാനം കുതിരയെ പിടിച്ചു നിർത്തി. എല്ലാവരും പാടെ ഓടി വന്നു. ആ അമ്പ് അവിടെ നൂരി തൽഹ റളിയല്ലാഹു അൻഹു വേർപെടുത്തി. തല മുഴുവനും മണ്ണിലിങ്ങനെ അടിച്ചടിച്ച് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു. ആര്? ബദർ പോരാളിയായ തൽഹ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ചരിത്രം പക്ഷേ ഉസ്താദുമാർ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കൂല. എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കൂല? പറഞ്ഞു കൊടുത്താൽ നേരത്തെ പറഞ്ഞ സംഗതി നടക്കൂല. മനസ്സിലായോ? നേരത്തെ പറഞ്ഞ പരിപാടി നടക്കൂല. നമ്മളിപ്പോഴും അവരെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ട്? ബദർ പോരാളികൾ ഈ ഉമ്മത്തിലെ അഗ്രേസരരാണ്. ബദർ പോരാട്ട ഭൂമിയിലേക്ക് കടന്നുപോയ ആ മഹാമനീഷികൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നത സ്ഥാനീയരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നത് പോലെ അവരെ വിളിച്ചു തേടാനും നമ്മളൊരു സങ്കടം പറഞ്ഞാൽ ഓടി വന്ന് രക്ഷപ്പെടുത്താൻ അവർ കഴിയില്ല. ഒരു മുസ്ലിയാർ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, 921 മലബാർ കലാപം, ആ കലാപത്തിൽ വരെ സഹായം ചെയ്യാൻ ബദരീങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ്. ഇന്ന് 921 മലബാർ കലാപം ഉണ്ടായില്ലേ? ആ കലാപത്തിൽ അഥവാ ബ്രിട്ടീഷുകാർക്കെതിരെ മാപ്പിളമാരും ഏറനാട്ടിലെ മുഴുവൻ ആളുകളും ചെറുത്തുനിൽപ്പ് കാണിച്ച ആ സന്ദർഭത്തിൽ ബദരീങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാ സംഭവം? ഒരു മുസ്ലിയാർ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കവിതകൾ എഴുതിക്കൊണ്ട് ബ്രിട്ടീഷുകാരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളാണെന്നാണ്. അന്ന് ഏത് ഭാഷയിലാണ് കവിത എഴുതുന്നത് വേറെ കാര്യം, അവിടെ നിന്നോട്ടെ. എന്തായാലും ആ കവിത ബ്രിട്ടീഷുകാർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കി. അവസാനം മൂപ്പരെ പിടിച്ചു, ജയിലിലടച്ചു. അടച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് അടച്ചത്. അങ്ങനെ അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അങ്ങനെ തൂക്കിക്കൊല്ലുന്ന ദിവസം തൂക്കുമരത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് മജിസ്ട്രേറ്റ് എന്ത് ചെയ്തു? ഈ വിധി പകർപ്പ് വായിച്ചു കൊടുത്തു. അയാൾ ചെയ്ത തെറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ട് ചോദിച്ചു, അവസാനത്തെ ആഗ്രഹം വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഇപ്പം നടത്താം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പാട്ട് പാടണമെന്ന്. അപ്പോൾ ബ്രിട്ടീഷുകാർ പറയുന്ന പാടിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പർ ആദ്യം അമ്പിയാക്കളെ തവസ്സുല് ചെയ്തുകൊണ്ടൊരു പാട്ട് പാടി. ആ പാട്ട് പാടി അവിടെ നിർത്തി. അപ്പോൾ ഇടപെടലൊന്നും കാണുന്നില്ല. പിന്നെ മൂപ്പരെന്ത് ചെയ്തു? ബദർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ടൊരു പാട്ടങ്ങ് പാടി. അതൊരു ബദർ ശുഹദാക്കളെ മൊത്തം കണ്ണൂരിലേക്ക് അദ്ദേഹം വിളിച്ചു. ഒന്നൊന്നാകുമേ ജീവുടെ ഹാനി വരാ, ജന്നാത്തിൽ പാർത്തിടും 313 ബദർ ശുഹദാക്കളെ. അതാ ഞാൻ വിളിക്കാണ്, എന്നെന്നും മരിക്കാതെ ജീവിച്ചുകൊണ്ട് സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുന്ന ബദരീങ്ങളെ. ഇന്നല്ലേ തഴവീന്നൊഴിവാക്കി തരാൻ ഉള്ള വിധി വാങ്ങി, അന്യോന്യം കണ്ണൂരിൽ വരുവിൽ ശുഹദാക്കളെ. ഇന്നെന്നെ ഈ തടവിൽ നിന്ന് ഒഴിവാക്കിയിട്ട് രക്ഷപ്പെടുത്താൻ നിങ്ങളെല്ലാവരും കൂടി കണ്ണൂരിലേക്കൊന്ന് വരണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാട്ടുപാടി. കുറച്ച് കഴിഞ്ഞപ്പോൾ വിധിയുടെ പകർപ്പ്
മജിസ്ട്രേറ്റ് രണ്ടാമതൊന്നും കൂടി എടുത്ത് ഇയാൾക്ക് വായിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അത് ഈ കഥയിലെ ട്വിസ്റ്റാണ്. എന്ന് വെച്ചാൽ വിധിപ്പകർപ്പ് വായിച്ചു കഴിഞ്ഞ് അവസാനത്തെ ആഗ്രഹം കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? തൂക്കിക്കൊല്ലണം. പക്ഷെ ഇവിടെ കഥ ഒന്ന് മാറണമല്ലോ. അതിന് മജിസ്ട്രേറ്റ് രണ്ടാമത് വിധിയുടെ പകർപ്പ് കയ്യിലെടുത്ത് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, വിധിയുടെ പകർപ്പിൽ അദ്ദേഹത്തെ കൊല്ലണം എന്നെഴുതിയിരിക്കുന്ന ഭാഗമല്ല, മജിസ്ട്രേറ്റ് എഴുതിയിരിക്കണം അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന്. അപ്പൊ ആരാ ഇടപെട്ട്? ബദരീങ്ങൾ എന്താ ചെയ്തത്? ആദ്യം എറേസർ കൊണ്ടുവന്ന് വിധിപ്പകർപ്പ് വായിച്ച് അവിടെ തന്നെ ടൈപ്പിംഗ് മെഷീനെ കൊണ്ടുവന്ന് ഇതിട്ട് ടൈപ്പ് ചെയ്ത് മറ്റേ പാട്ടിൻ്റെ ഇടയ്ക്ക് ഈ പരിപാടികളൊക്കെ നടന്ന് മനസ്സിലാകാൻ പറഞ്ഞ് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഈ സമൂഹത്തെ പറ്റിക്കുമ്പോൾ ഈ സ്വഹാബത്തിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കൂല. എന്ന കാര്യം, സ്വഹാബത്തിൻ്റെ ചരിത്രം പറഞ്ഞാൽ ഈ കഥ പറയാൻ പറ്റൂല. ഒന്നല്ല 150ഓളം ബദർ ശുഹദാക്കൾ. ഇനി ഞാൻ ആ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ പറഞ്ഞവസാനിപ്പിക്കട്ടെ. ഇവിടുന്ന് ഒരാൾ വിളിക്കുന്നത് ബദർ ശുഹദാക്കൾ കേൾക്കുമെന്നുള്ള അതേ ധാരണയിലാണല്ലോ ഇവിടുന്ന് വിളിക്കുന്നത്. ബദർ ശുഹദാക്കൾ വിളിക്കുത്തരം നൽകി വരുമെന്നല്ലേ വിശ്വസിക്കുന്നത്. എന്നാൽ അത്തരം ആളുകൾ പഠിക്കേണ്ടുന്നൊരു ചരിത്രമാണ് ഉഹദിൻ്റെ യുദ്ധം. ഉഹദ് യുദ്ധം പഠിക്കണം. എന്താ ഉഹദ് യുദ്ധത്തിൻ്റെ പ്രത്യേകത? ബദറിൽ പങ്കെടുത്ത 265 ബദരീങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. എവിടെ? ഉഹദിൽ മുസ്ലിമീങ്ങൾക്ക് ആദ്യം വിജയം കിട്ടി, പിന്നെ പരാജയമാണ് വരുന്നത്. ശ്രദ്ധിക്കണേ, 2-3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച വിജയം. ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പേടിച്ചോടി. എല്ലാവരും പോയി എന്ന് വിചാരിച്ചു. ഇപ്പുറത്ത് നമ്മുടെ മുൻഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ആ ഉഹദ് പർവ്വതത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു കുന്ന്, ഇന്ന് ജബലുർ റുമാത്ത് എന്നറിയപ്പെടുന്ന കുന്ന്. ആ കുന്നിൽ 50 ആളുകളെ റസൂൽ നിർത്തിയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധം കഴിഞ്ഞു എന്ന് വിചാരിച്ച് 50 ആളുകളിൽ 40 ആളുകളും താഴെ ഇറങ്ങി. അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ആ ചർച്ച ഞാൻ അപ്പം നടത്താൻ ഉദ്ദേശിക്കണില്ല. പക്ഷെ ഖാലിദ് ഇബ്നു വലീദും കൂട്ടരും അപ്പുറത്ത് നിൽപ്പുണ്ട്. ഇങ്ങോട്ടോ അപ്പുറത്തേക്കുണ്ട്. ഈ കുന്നിൻ്റെ അപ്പുറത്തുണ്ട്. ഇപ്പുറത്തുള്ള നബിയും സഹാബികളും അറിയണില്ല. എന്നാ ഇവിടുന്ന് വിളിക്കണ അലവിയെയും പോക്കരെയും അമ്മദിനെയും ആരറിയും? ബദരീങ്ങൾ അറിയുമല്ലോ. നോക്കിങ്ങൾ, ഒരു മലയുടെ അപ്പുറത്ത് നിൽക്കുന്ന ശത്രു സൈന്യം അവിടെ തമ്പടിച്ചിട്ടുണ്ട് എന്ന വിവരം ഇപ്പുറത്തുള്ള 265 ബദരീങ്ങൾ അടക്കമുള്ള സ്വഹാബത്തിന് അറിയില്ല. ചരിത്രം പറയുമ്പോൾ ഈ വശം കൂടി ഇങ്ങനെ പറഞ്ഞു പോണം. ഇനി കേട്ടോ, ആ മുകളിലൂടെ കയറി ഈ 10 ആളുകളെയും വകവരുത്തി താഴേക്കിറങ്ങി. അവിടെ അതാ വെറും കയ്യോടെ നിൽക്കുന്ന സ്വഹാബികളാണ്. യുദ്ധം കഴിഞ്ഞെന്ന് വെച്ച് ആയുധങ്ങളൊക്കെ മാറ്റി ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ ഗനീമത്ത് സ്വത്ത് ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കുണ്ടോ? ആയുധം പിടിച്ചുകൊണ്ട് നിൽക്കുന്നു? ഇല്ല. ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഇറങ്ങി. ശക്തമായ പോരാട്ടം. ധാരാളം മുസ്ലിമീങ്ങൾ മുറിഞ്ഞു വീഴുന്നു. ഹംസ റളിയല്ലാഹു അൻഹു, ബദറിന്റെ പോരാട്ട ഭൂമിയിൽ ചരിത്രം സൃഷ്ടിച്ച ഹംസ റളിയല്ലാഹു അൻഹു, ഉഹദിന്റെ പോരാട്ടത്തിൽ അടിയുറച്ചു നിന്ന ഹംസ, പ്രത്യാക്രമണം നടത്താൻ കഴിയാതെ നാലുപാടും ചിതറിയോടി സ്വഹാബികൾ. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെടുന്നു. അബ്ദുല്ലാഹി ഇബ്നു ജഅ്ഷ് റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെടുന്നു. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെടുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെടുന്നു. എത്ര ആളുകൾ!
എത്ര ആളുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പുറത്ത് സൈന്യം മാറി നിൽപ്പുണ്ട് എന്നുള്ള വിവരം ഇപ്പുറത്തുള്ളവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഈ അവസ്ഥയിൽ എത്തുമോ ഇല്ലേ? എത്തുമോ ഇല്ലേ? എത്തൂല, ഒരിക്കലും എത്തൂല. ഇനി നിങ്ങൾ കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ള മരിച്ചിരിക്കുന്നു, നബിതങ്ങൾ വധിക്കപ്പെട്ടു എന്നൊരു കിംവദന്തി പറഞ്ഞു. ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ ഓടിക്കളഞ്ഞു. ചില ആളുകൾ ഉഹദിലൂടെ കടന്ന് മദീനത്തേക്ക് തിരിച്ചുപോയി. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിൻ്റെ താഴ്വാരത്ത് നിന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്, ഇലയ്യ ഇബാദല്ലാഹ്, ഇലയ്യ ഇബാദല്ലാഹ്, ഇലയ്യ ഇബാദല്ലാഹ്. അള്ളാഹിൻ്റെ അടിമകളെ, എൻ്റെ അടുത്തേക്ക് വാ, എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ മരിച്ചിട്ടില്ല, ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. നബി തങ്ങൾ ഉറക്കെ വിളിക്കുന്നുണ്ട്. ഏയ്, ജബലുർ റുമാത്തും ഉഹദും തമ്മിൽ എത്ര ദൂരമുണ്ട്? എത്ര ദൂരം ഉണ്ടാവും? കൂടി വന്നാൽ ഒരു 400-500 മീറ്റർ. ശ്രദ്ധിക്കുക, ഒരു 400-500 മീറ്ററിന്റെ ഇടയിൽ നിൽക്കുന്ന ബദർ ശുഹദാക്കൾ, ഉഹദീങ്ങൾ, നബിതങ്ങളാ വിളിക്കുന്നത്. ആ വിളി അവർ കേൾക്കുന്നില്ല. ആ കേൾക്കാതെ അവർ പോയി. ഇത് ഞാൻ പറഞ്ഞ കള്ളച്ചരിത്രമല്ല. സൂറത്ത് ആലി ഇംറാൻ നോക്ക്, വൈദ് തുസ്ഇദൂന വലാ തൽവൂന അലാ ഹദിൽ വറസൂലു യദ്ഊകും ഫീ ഉഖ്റാകും. ഖുർആന്റെ പ്രയോഗമാണ്, ഖുർആന്റെ പ്രയോഗമാണ്. നിങ്ങൾ ഉഹദ് മല കയറി പോയി കളഞ്ഞ സന്ദർഭം റസൂൽ നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. ആ വിളി അവർ കേട്ടോ? കേട്ടോ ഇല്ലേ? കേട്ടോ ഇല്ല, ഇല്ല. ആ വിളി അവർ ജീവിച്ചിരിക്കുന്ന സമയം, വിളിച്ചയാള് റസൂൽ, വിളിക്കപ്പെട്ട സന്ദർഭം വലിയ സന്നിഗ്ധ ഘട്ടം. ആ ഘട്ടത്തിൽ ആ വിളി അവർ കേട്ടിട്ടില്ലെങ്കിൽ, പൂവത്തുമ്പയിൽ നിന്ന് ഒരാൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ കേൾക്കുമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അത്തരം അബദ്ധം പറയാൻ എൻ്റെ വിശ്വാസം എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് മുജാഹിദുകൾ പറയുന്നത്, ജനങ്ങളെ, നിങ്ങൾ ആ സമയത്തും കൊണ്ട് എടുത്ത് അല്ലാന്ന് വിളിച്ചോ, വിളിച്ചോ, അല്ലാ എന്ന് നിങ്ങൾ വിളിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിക്ക്. ഇവരെല്ലാവരും വിളിച്ചത് അല്ലാഹ്നാണ്. ബദരീങ്ങൾ വിളിച്ചതും ഉഹദീങ്ങൾ വിളിച്ചതും ഖന്തക്കിൽ പോരാടിയവർ വിളിച്ചവരും, അങ്ങനെ എല്ലാവരും വിളിച്ചതൊക്കെ അള്ളാഹുവിനെയാണ്. പിന്നെന്താ മക്കളെ, നമുക്ക് അള്ളാഹിനെ വിളിച്ചാൽ, അല്ല അള്ളാഹിനെ മാത്രം വിളിച്ചാൽ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? എന്തിനാണ് ഇവരെ നമ്മൾ വിളിക്കുന്നത്? അവർക്ക് മഹത്വമുണ്ടോ ഇല്ലേ എന്ന ചർച്ചയല്ല. നമ്മുടെ വിളി കേട്ട് ഉത്തരം നൽകാനുള്ള കഴിവവർക്കുണ്ടോ? ഇല്ല. അത് നബിക്കുമില്ല, വലിയനുമില്ല, കല്ലിനുമില്ല, മരത്തിനുമില്ല, അത് ജിന്നിനുമില്ല, മലക്കിനുമില്ല, ഒരാൾക്കില്ല. ഇതല്ലേ ആശയം? ഇതല്ലേ ഖുർആൻ പറഞ്ഞത്? ഇതല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത്? ഇതല്ലേ ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത്? ഇതല്ലേ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതും ഇത് തന്നെയല്ലേ? അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തൻ്റെ മകൻ കടന്നു വരികയാണ്. മകൻ വന്നിട്ട് ഉപ്പയോട് പറയുന്നു, ഉപ്പാ, നിങ്ങൾ ഞങ്ങൾക്കൊരു ഉപദേശം തരണം, നിങ്ങൾ ഞങ്ങൾക്കൊരു ഉപദേശം തരണം. ഉപ്പ മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ, ആരാണ് ഈ മരിക്കാൻ പോകുന്ന അറിയണം? മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ്. അദ്ദേഹം മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ, മരണത്തിന് തൊട്ട് മുമ്പ് മക്കൾ വന്നിട്ട് പറയാണ്, ഉപ്പ ഞാൻ വസിയത്ത് തരണം. അപ്പോൾ ഉപ്പ മക്കൾ കൊടുത്ത വസിയത്ത് എന്താണെന്നറിയോ? എന്താ കൊടുത്തത്? മക്കളെ, നിങ്ങൾ എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ ഉപ്പാനെ വിളിച്ചോടാ, ഉപ്പ ഉണ്ടെങ്കിൽ കൊതക്കത്തിന്. ആണോ? അങ്ങനെ പറഞ്ഞോ? നിങ്ങൾ എന്ത് ചെയ്താലും അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്ത്? കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ.
അങ്ങനെ പറഞ്ഞോ ശൈഖ് അവറുകൾ? ഇല്ല. എന്താ മക്കൾക്ക് കൊടുത്ത നിർദ്ദേശം? മോനെ, ജീവിതത്തിലുടനീളം തഖ്വയിൽ ജീവിച്ചോളണം കേട്ടോ. ജീവിതത്തിലുടനീളം തഖ്വയിൽ ജീവിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്നാണ്. അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത് എന്നാണ്. കാരണം എന്താ? ഈ പാതകം ഒരാൾക്ക് വന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽളാലിമീന മിൻ അൻസാർ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, തീർച്ചയായും ആരെങ്കിലും ഒരാൾ അല്ലാഹുവിൽ പങ്കുചേർത്താൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അയാൾക്ക് അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. വമഅവാഹുൻ നാർ, അയാളുടെ സങ്കേതം നരകമാണ്. ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ അബദ്ധത്തിൽ വീഴാതിരിക്കാനാണ് മുജാഹിദുകൾ ഈ പണി കേരളത്തിലുടനീളം ചെയ്യുന്നത്. അതിന് ബദരീങ്ങളെ ചീത്ത വിളിക്കലല്ല, ഉഹദീങ്ങളെ ചീത്ത വിളിക്കലല്ല, ഔലിയാഇനെ നിന്ദിക്കലല്ല. അവർക്കെല്ലാവർക്കും അള്ളാഹു കൊടുത്തിട്ടുള്ള ബഹുമാനവും ആദരവുമെല്ലാം വകവെച്ച് കൊടുക്കുന്നവരാണ് മുജാഹിദുകൾ. പക്ഷേ അള്ളാഹിൻ്റെ റസൂലിനെ സ്വഹാബികൾ ആരും വിളിച്ചു തേടിയില്ല. സ്വഹാബികളെ ആരും, താബിഈങ്ങൾ ആരും വിളിച്ചു തേടിയില്ല. ഇമാമുമാരെ, അവരുടെ ശിഷ്യന്മാരാരും വിളിച്ചു തേടിയില്ല. അവരുടെ മഹത്വവും അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്തുള്ള മഹത്വവും അവരുടെ ഇൽമിൻ്റെ മഹത്വവും ഈമാനിൻ്റെ വലിപ്പവും ഈമാനിൻ്റെ ദറജയുമൊക്കെ മനസ്സിലാക്കിയ ആളുകളായിട്ട് പോലും വിളിച്ചില്ല. അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് ഒരു പെൺകുട്ടി, ഒരു ചെറിയ പെൺകുട്ടി, നാളെ വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ തടഞ്ഞു. പറയല്ലേ മോളെ, ഇല്ലേ? അള്ളാഹിൻ്റെ റസൂല് റുബയ്യയുടെ വീട്ടിലെ കല്യാണത്തിന് കയറി വരുമ്പോഴാ അവിടെ ചെറിയ കുട്ടികൾ, പെൺകുട്ടികൾ ഇരുന്ന് ദഫടിച്ച് പാട്ടുപാടുന്നുണ്ട്. അതാ കുട്ടികൾക്ക് അനുവദനീയമാണ്. അള്ളാഹു എൻ്റെ റസൂൽ അനുവദിച്ചു കൊടുത്തതാണ്. പെരുന്നാളിനും കല്യാണത്തിനും ചെറിയ കുട്ടികൾക്ക് ദഫ് തൊട്ടി പാട്ടുപാടാം, അനുവദിച്ചു കൊടുത്താണ്. മുട്ട മനുഷ്യന്മാർ ചാടി കളിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ പറഞ്ഞത്. ചെറിയ കുഞ്ഞുങ്ങൾ, അതുപോലെ സന്തോഷവേളയാണ്, അവർ പാടിക്കോട്ടെ എന്ന് റസൂൽ പറയുകയും ചെയ്തു. ആ സദസ്സിലേക്ക് റസൂൽ അങ്ങനെ കയറി വരുമ്പോൾ നബിയെ കണ്ട മാത്രയിൽ ഒരു പെൺകുട്ടി തങ്ങൾ പാടിക്കൊണ്ടിരുന്ന പാട്ടങ്ങ് വിട്ടിട്ട് പറഞ്ഞു, വഫീനാ നബിയുൽ യഅലമു മാ ഫീ ഗദി, ഞങ്ങളെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട്, നാളെ വരുന്ന കാര്യം അറിയുന്ന പ്രവാചകനാണ്. അഥവാ നാളെ നടക്കാനിരിക്കുന്ന കാര്യം അറിയുന്ന പ്രവാചകനാണ്. അത് കേട്ട പ്രവാചകൻ നേരെ അങ്ങോട്ട് തിരിഞ്ഞു. എന്നിട്ട് മോളോട് പറഞ്ഞു, ദഈ ഹാദിഹി, മോളെ അത് ഉപേക്ഷിക്ക്. വഖൂലി കുന്തി തഖൂലീൻ, നേരത്തെ പറഞ്ഞത് പറയണ്ട. എന്താ കാര്യം? എന്താണ് റസൂൽ പറയാൻ കാര്യം? അത് മുസ്ലിയാക്കന്മാരൊക്കെ പറയാറുള്ളത്, അത് ബദർ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രവാചകന്റെ മദ്ഹ് പാടണ്ടെന്നാ പറഞ്ഞത് എന്നാണ്. അല്ല, അത് നിങ്ങൾ ഉണ്ടാക്കിയ വായിക്കാനാണ്. യഥാർത്ഥത്തിൽ ഇബ്നു അസ്ഖലാനിയെ പോലെയുള്ള വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവർ പറഞ്ഞെന്താ, അള്ളാഹിൻ്റെ റസൂല് തടയാനുള്ള കാരണം റസൂലുള്ള വിരോധിച്ച അമിത പ്രശംസ അതിലുണ്ട്. കാരണം നാളെ വരാനിരിക്കുന്ന കാര്യം അറിയുന്ന ആര് മാത്രമാണ്? അല്ല മാത്രമാണ്. ഇൽമുൽ ഗൈബ് അല്ലാഹുവിന് മാത്രമാണ്. ആ അറിവ് അള്ളാഹിൻ്റെ റസൂലിലേക്ക് വകവെച്ചു കൊടുത്തു ആ പെൺകുട്ടി. ആ പെൺകുട്ടി ഒരു പക്ഷേ റസൂലെല്ലാം അറിയുമെല്ലാം അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ പ്രയോഗം തെറ്റാണ്, അത് പാടരുത് എന്ന് റസൂല പഠിച്ചു. ഇന്നെങ്ങാനും റസൂല വന്നാൽ ആദ്യം തോട്ടിലെറിയാൻ പറയാം മങ്കൂസ് മൗലിദിലായിരിക്കും. മൗലിദ് കിതാബ് എടുത്തെറിയാൻ പറയും. കാരണം അതിലാണ് എല്ലാ തരത്തിലുള്ള വർത്തമാനങ്ങളും ഉള്ളത്.
മനസ്സിലായോ? അതിലാണ് ധാരാളം വരികൾ. റസൂലുള്ളാഹിനെ വിളിച്ചിട്ട്, നബിയെ വിളിച്ചിട്ട് പറയും, യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഉഫി ശദീദി ഫഅസ്ഇദി. ഓ നേതാക്കന്മാരുടെ നേതാവായ നബിയെ, ഞാനിതാ നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നതാണ്. നിങ്ങളുടെ ആ പ്രൊട്ടക്റ്റഡ് ഏരിയ, സുരക്ഷിത വലയമാണ് നബിയെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വന്നു ഭവിച്ച പ്രയാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ നബിയെ. അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ എനിക്ക് സൗഖ്യം നൽകണേ, വിജയം നൽകണേ. ഇത് കണ്ട റസൂൽ എടുത്തിട്ട് ഒറ്ററിയാൻ പറയും. കാരണം ആ അൻസാരി പെൺകുട്ടിയോട് എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് വേണ്ട, പറയരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ ഇന്ന് മങ്കൂസ് മുതൽ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് സലാം ബൈത്ത് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലേ? റസൂലുള്ളാഹിക്ക് സലാം പറയുന്നു എന്ന വ്യാജേന ഉണ്ടാക്കപ്പെട്ട ഒരു സാധനമാണത്. അസ്സലാമു അലൈക യാ മാഹി ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയാം, വിഷമങ്ങളൊക്കെ നീക്കുന്ന നബിയെ നിങ്ങൾക്ക് സലാം. എല്ലാ പാപങ്ങളും മായ്ച്ചു കളയുന്ന നബിയെ നിങ്ങൾക്ക് സലാം. എന്തൊരു കുസൃതി! അപ്പോൾ ഈ സംഗതികളൊക്കെയാണ് മദ്ഹ് എന്ന പേരിലും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ വിഷയം ഇതൊന്നും നബി തങ്ങളുടെ അവിടുത്തെ മഹത്വത്തോട് യോജിച്ചതേ അല്ല, അവിടുന്ന് പഠിപ്പിച്ചതിനെതിരാണ്. പക്ഷെ എന്താ ചെയ്യുക? പഠിപ്പിച്ചതിനെതിരെ ചെയ്യുള്ളൂ. എന്നാൽ അതാരെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഒരു കുറ്റക്കാരാകുകയും ചെയ്യും, കുറ്റക്കാരാകും. ഇന്ന് മുജാഹിദുകൾ കേരളത്തിൽ നമ്മുടെ സഹോദരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ചോദിച്ചാൽ അപ്പോഴേക്ക് ദേഷ്യപ്പെടും. നിങ്ങളൊക്കെ പുത്തൻവാദികളല്ലേ, നിങ്ങൾ പറയണതൊക്കെ പുത്തൻവാദാണ്. മാത്രമല്ല, അല്ലാഹുവേ കാത്തിരക്ഷിക്കണേ, ഇവരെ കൂട്ടത്തിൽപ്പെട്ട് മരിച്ചുപോയാ നമ്മളെ ഖബറിലേക്ക് ഇവരൊന്നും ചെയ്തു തരൂല, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ എന്ന് ആരക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാനിത് വെറുതെ പറഞ്ഞെന്നല്ല. മുജാഹിദായാൽ മരിച്ചുപോയാൽ ഒന്നും കിട്ടൂല. കിട്ടുമോ? എല്ലാം കിട്ടുമോ? ഹലോ, ഇങ്ങോട്ടോ. മരിച്ചുപോയ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ മുജാഹിദുകളായ വാപ്പയോ ഉമ്മയോ സഹോദരങ്ങളോ ആരും ആയിക്കോട്ടെ, ഓൽക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കലില്ല? ഇങ്ങോട്ടോ ഇങ്ങോട്ടോ, ദ്വാരക്കുമോ ഇല്ലേ? ഇത് സമയമായിക്കണം നിർത്താനായിട്ട്. കേൾക്കാൻ വയ്യ. അല്ലാ, 9 മണിയായി, ഇപ്പം നിർത്തും. പിന്നെ ഞാൻ 8:30 നിർത്തണമെന്ന് വിചാരിച്ച സംസാരം കൂടിപ്പോയി. നിങ്ങൾ ആലോചിച്ചോക്ക്, നിങ്ങൾ ദ്വാരക്കുന്നവരാണോ അല്ലേ? ആണോ അല്ലേ? പറഞ്ഞോട് പെട്ടെന്ന്. ആണ്. അപ്പം ഈ ദ്വാ അവർക്ക് ഉപകാരപ്പെടുമോ ഇല്ലേ? പെടും, പെടും. പക്ഷെ നമ്മൾ ഏത് പണിക്ക് നിൽക്കൂല? അൽ ഫാത്തിഹ എന്ന് വിളിച്ചതിന് ശേഷം അല്ലാഹുമ്മ വസ്ൽ മിസ്ലതവായി മാ ഖറഅനാ വദി ഹദിയത്തൻ വസ്ല വറഹ്മത്തൻ നാസില ബറകത്തൻ ശാമില മിന്ന ഇലാ ഖുർറു നബിയിന വനബിയിന വജീനാ ഹദീന മുസ്തഫാന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഇലാ ഹദറാതി അസ്വാജി ത്വായിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ എന്നിങ്ങനെ തുടങ്ങി. അവിടുന്ന് തുടങ്ങി ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളൊക്കെ കടന്ന് ബഗ്ദാദും പോയി, അവിടുന്ന് പിന്നെ നേരെ ഇന്ത്യയിലേക്ക് വന്ന് അജ്മീർ അങ്ങനെ കടന്ന് കറങ്ങി തമിഴ്നാട്ടിൽ പോയി, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തി, അങ്ങനെ മൊത്തം കറങ്ങി അവസാനിച്ച് ഇവിടെ എത്തുമ്പോൾ ആ പരിപാടിക്ക് നമ്മളെ കിട്ടൂല. അത്രയുള്ള വിഷയം. അതൊക്കെ രസം എന്താണെന്ന് വെച്ചാൽ, ഉസ്താദേ എൻ്റെ ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം വരണം. അങ്ങനെ ഇപ്പം ഭയങ്കര ആത്മാർത്ഥത്തോടെ ഇരിക്കാൻ അങ്ങനെ ഉസ്താദ് ദ്വാ തുടങ്ങി. ഞാൻ ഈ പറഞ്ഞ ഈ സെറ്റ് ദ്വാ അതങ്ങനെ തുടങ്ങി. ആദ്യമൊക്കെ അമീൻ അമീൻ എന്നൊക്കെ ഉറക്കെ പറയും. പിന്നെ ഇതിങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങളും കടന്ന് 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 അങ്ങനെ തമിഴ്നാട്ടിൽ പോയി, പിന്നെ ഏർവാടി, മുത്തുപ്പേട്ട, നാഗൂർ, ആറ്റാങ്കര അങ്ങനെ തുടങ്ങി എല്ലായിടവും കറങ്ങി. ഇതൊക്കെ കറങ്ങിയ ആളാണ് ഞാൻ.
ഇതൊക്കെ കഴിഞ്ഞു, അതിൻ്റെ അപ്പുറവും കഴിഞ്ഞ ആളാണ്. അങ്ങനെ അവിടെ എല്ലാം കഴിഞ്ഞിങ്ങോട്ട് വന്ന് കേരളത്തിലേക്ക് വന്നാൽ അങ്ങ് തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി മുതൽ ഇങ്ങോട്ട് തുടങ്ങി അങ്ങ് കാസർഗോഡ്, അങ്ങ് തളങ്കരയും കാസർഗോഡും അവിടം വരെ എത്തുന്ന അറബിത്തങ്കട മക്കാമ് വരെയുള്ള ഇതൊക്കെ പറഞ്ഞ് അപ്പണ്ടാവും ഇവൻ നിൽക്കണ്. കാരണം ആമി ആമി എന്ന് പറയും. ഓൻ്റെ ആദ്യത്തെ ഉഷാറൊക്കെ പോയി. ലാസ്റ്റാണ് ഇയാൾ ദ്വാരക്കെന്ത്, അല്ലാഹുമ്മ ഗഫിർ ലഹു, പഠിച്ചവനെ അയാൾക്ക് പുറത്തു കൊടുക്കണേ. അപ്പം ശരിക്ക് അവൻ ശരിക്കാമ്യം പറഞ്ഞിട്ട് അടുത്ത് പോകാനോ നിൽക്കണ്. ഈ പരിപാടിക്ക് നമ്മളെ കിട്ടൂലട്ടാ. കാരണം ഇത് നബി നടത്തിയതല്ല, സ്വഹാബികൾ നടത്തിയതല്ല, ഇതൊരു പണ്ഡിതനും പഠിപ്പിക്കാത്തതാ. പിന്നെന്താ നമ്മൾ പറയാ, അല്ലാഹുമ്മ ഗഫിർ ലി അബീ, അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മീ, പഠിച്ചോനെ എൻ്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ. ഞാനാ റബ്ബിനോട് ദ്വാരക്കണത്. അങ്ങനെ ദ്വാരക്കാൻ ഏതെങ്കിലും ഒരാൾക്ക് കഴിയോ? നിങ്ങൾ പറയും. ഞാനത് പറയാൻ നിന്നാലുണ്ടല്ലോ, നിങ്ങൾ ഒരിക്കൽ സുന്നത്തും ബിദഅത്തുന്ന വിഷയം നമുക്ക് ഞാൻ വന്നു എല്ലാം അത് ആകെ മൊത്തം ടോട്ടൽ എല്ലാം കൊല്ലും പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെറുതെ പറഞ്ഞല്ല. മുജാഹിദികളെ അത് കിട്ടൂല. നമുക്ക് ദ്വാരക്കാൻ അറിയാലോ. പഠിച്ചവൻ എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ പറയാൻ എനിക്കറിയില്ലേ? എനിക്കെന്തിനാ ഒരു വാടക പ്രസംഗകൻ? എന്തിനാണ് എനിക്കൊരു വാടക ദ്വാരക്കുന്നവൻ? വേണ്ട, ആവശ്യമില്ല. എനിക്ക് പറയാം എൻ്റെ റബ്ബിനോട് എൻ്റെ വാപ്പക്ക് പുറത്തു കൊടുക്കണേന്ന്. എൻ്റെ കൽബ് പൊട്ടിയിട്ടാണ് ഞാൻ പറയാ. എല്ലാ നിസ്കാരത്തിലെയും അത്തഹിയ്യാത്തിൽ എൻ്റെ അത്തഹിയ്യാത്ത് അവസാനിക്കുമ്പോൾ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന കൂടി പറഞ്ഞിട്ടാ എൻ്റെ അത്തഹിയ്യാത്ത് അവസാനിക്കുക. ഞാൻ മുജാഹിദുകാരനാ, ഒരു സാധാരണ പ്രവർത്തകനല്ല. കേരളത്തിലെ സമസ്തക്കാരിലെ പണ്ഡിതന്മാരുമായി സംവാദത്തിന് വരെ നേർക്ക് നേരെ മുജാഹിദിൻ്റെ ആദർശം, ഇസ്ലാമിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം സ്ഥാപിക്കാൻ വേണ്ടി സംവാദത്തിന് വരെ ഇരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകിയിട്ടുണ്ട്. അതാ ഞാൻ പറയണത്. നമ്മൾ ഈ ആശയത്തിലാ. ഇനി എൻ്റെ വാപ്പ മരിച്ചുപോയി, എൻ്റെ വാപ്പക്ക് വേണ്ടി ഞാൻ ദുആരുന്നാൽ എൻ്റെ റബ്ബ് സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ വാപ്പക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു ജാരിയായ സ്വതക്ക നൽകിയാൽ അത് കിട്ടോ ഇല്ലേ? പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കിട്ടും, മുജാഹിദുകളും പറയുന്നു കിട്ടും. പക്ഷെ അപ്പോഴും നമ്മൾ 3 വരൂല. ഏത് നിങ്ങളുണ്ടാക്കിയ 3-നും 7-നും 40-നും 11-നും 40-നും ആണ്ടിനും നമ്മളെ കിട്ടൂല. കാരണം അങ്ങനെ ഒരു ചര്യ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചില്ല. ഉണ്ടെങ്കിൽ അത് പറയട്ടെ. നബി തങ്ങൾ 3-ന് പോയ സ്ഥലം പറ, നബി തങ്ങൾ 3-ന് ചൊല്ലിയ ദുആ പറ. ഉണ്ടാവില്ല, പറയാൻ പറ്റൂല. ഇനി ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ പുറകിരിക്കുന്ന സഹോദരിമാരെ, ഈ സദസ്സിൽ ബാക്കിലിരിക്കുന്ന സഹോദരിമാരെ, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇവിടെ മരിച്ചാൽ നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കൂലേ? ഹലോ, നിസ്കരിക്കോ ഇല്ലേ? നിസ്കരിക്കും. നമ്മളെ നാട്ടിലെ സമസ്ത അനുകൂലികളായ സഹോദരിമാർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടൽ വളരെ കുറവാണ്. സ്വന്തം ബാപ്പ മരിച്ചാൽ പോലും മകൾക്ക് നിസ്കരിക്കാൻ അവകാശമില്ല എന്ന് പെരുമ്പറയടിക്കുന്ന നാട്ടിൽ നമ്മളുള്ളത്. മരണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ദുരാചാരങ്ങൾ ഉണ്ടാക്കി. പക്ഷെ റസൂലുള്ളാഹിയും അവിടുത്തെ സ്വഹാബത്തും പഠിപ്പിച്ച ഒരു സുന്നത്ത് നടപ്പിൽ വരുത്താൻ സമ്മതിക്കൂല. എപ്പോഴേക്ക് ചാടി വരും, പറ്റൂല, പെണ്ണുങ്ങൾ നിസ്കരിച്ചാൽ പിന്നെ ആണുങ്ങൾ നിസ്കാരത്തിന് എന്താണ്? ഒരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾ നിസ്കരിക്കണം. ബാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, സഹോദരങ്ങൾ മരിച്ചാൽ, നമ്മുടെ അയൽവാസികൾ മരിച്ചാൽ ആ മയ്യത്ത് നിസ്കാരത്തിന് പോകണം സ്ത്രീകൾ. അത് പുരുഷൻ നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചാലോ ഒരു കുഴപ്പമില്ല. മുമ്പ് നിസ്കരിച്ചാലും കുഴപ്പമില്ല, ശേഷം നിസ്കരിച്ചാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന പൂവത്തുമ്പയിലെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദുകളെല്ലാ തുമ്മമാർ സഹോദരിമാരുണ്ടെങ്കിൽ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഇന്ന് വരെ മനസ്സമാധാനത്തോടുകൂടി നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ
ആ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾക്ക് അനുവാദം ലഭിച്ചോ ഇല്ലേ? 2, ഒരു പെരുന്നാൾ നിസ്കരിക്കാനെങ്കിലും നിങ്ങൾക്ക് അനുവാദം തന്നോ? ഇല്ല. ആരാണ് തടഞ്ഞത്? അള്ളാന്റെ റസൂലിന്റെ പിന്നിൽ പ്രവാചകന്റെ സ്വഹാബികളും സ്വഹാബി വനിതകളും അണിനിരന്നുകൊണ്ട് പെരുന്നാൾ നിസ്കരിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാം. നിസ്കാരം കഴിഞ്ഞ് അള്ളാന്റെ റസൂല് പുരുഷന്മാരോടുള്ള ആ മൊത്തത്തിലെ ഖുത്ബ കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ഇറങ്ങി നേരെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചെന്നു. കൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണേ, മുജാഹിദുകള് മുസല്ല ഉണ്ടാക്കുമ്പോൾ, ഈദ്ഗാഹ് ഉണ്ടാക്കുമ്പോൾ മാറി നിന്ന് കുശിക്കുകയും മാറി നിന്ന് ദുഷിപ്പ് പറയുകയും അതിലേക്ക് പോകുന്ന സ്ത്രീകളെ കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്ന സഹോദരിമാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. റസൂൽ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക്. എന്നിട്ട് എന്താ നബി പറഞ്ഞ്? നിങ്ങളൊക്കെ ആര് വിളിച്ചിട്ട് വന്നാടോ? മേലാൽ വന്ന് വരട്ട പൈക്കളിയല്ല എന്നാണോ പറഞ്ഞ്? അല്ല, യാ മആശറൻ നിസാ, അല്ലയോ പെണ്ണുങ്ങളെ, തസദ്ദഖ്ന വലൗ ബിഹുലിയികുന്ന, നിങ്ങളുടെ ആഭരണങ്ങൾ ഇട്ടെങ്കിലും നിങ്ങൾ സദഖ കൊടുക്ക്. എന്ത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിലിരിക്കുന്ന തുണി സഹോദരിമാരുടെ കയ്യിലേക്ക് നീട്ടി അതിലേക്ക് അവരുടെ സദഖകൾ ഇട്ട് കൊടുത്തു. എവിടെ? ഈദ്ഗാഹിൽ, ഈദ് മുസല്ലയിൽ. ഭാഗ്യം കിട്ടിയോ പ്രിയപ്പെട്ട എൻ്റെ പൂവത്തുമ്പയിലെ ഉമ്മമാരെ, സഹോദരിമാരെ? ആരങ്ങളെ തടഞ്ഞത്? ആരാ നിങ്ങൾക്ക് ആ ഖൈർ നഷ്ടപ്പെടുത്തിയത്? ചോദിക്കണം. നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ചോദിക്കണം, നിങ്ങളെ മക്കളോടും സഹോദരന്മാരോടും ചോദിക്കണം. അള്ളാന്റെ റസൂൽ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ഖൈർ ആരാടോ തടഞ്ഞത്? ചോദിക്കണം. ബാപ്പ മരിച്ചു കിടക്കുമ്പോൾ തൻ്റെ പൊന്നുമകൻ, തൻ്റെ പൊന്നുമകൾ, താൻ വളർത്തി വലുതാക്കിയ പൊന്നോമന മകൾ അത് മരിച്ചു കിടക്കുന്നു. അവസാനം ആ ഉമ്മക്ക് കൽബ് പൊട്ടിയിട്ട് എൻ്റെ കുട്ടിക്ക് പുറത്തു കൊടുക്കണേ പഠിച്ചോനെ എന്ന് പറയാനുള്ള അവകാശം നിഷേധിച്ചത് ആരാ? ചോദിച്ചു നോക്കുങ്ങൾ. ഞാനിത് ആധികാരികമായി പറയാൻ. എന്നിട്ട് മുജാഹിദുകളുടെ പേരിൽ അവർ ദ്വാരക്കൂല, സറക്കൊടുക്കൂല പോലെ നിങ്ങളീ കാണിക്കുന്ന എല്ലാ കോപ്രായങ്ങൾക്ക് ഞങ്ങളെതിരാണ്. പക്ഷെ സുന്നത്തിലുള്ളത് മുഴുവനും സ്വീകരിക്കുന്നവരാ ഞങ്ങൾ. അല്ലെങ്കിൽ ബഹുമാന്യരായ ഉസ്താദുമാർ പറയും സുന്നത്തിലുണ്ട് ഇങ്ങനെയുണ്ട്, നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന്. അപ്പം ചോദിക്കും, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ നിങ്ങൾ എന്താ ഓതാത്തതെന്ന്. മരിച്ചയിടത്ത് മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല, ഒരിക്കലും ചെയ്യരുത് എന്നാണോ പറഞ്ഞത്? ആണോ? നിങ്ങൾ ആലോചിച്ച് ചില ആളുകളൊക്കെ പറയുന്നതാണ്. ഇവരെങ്ങനെ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുന്ന ചോദിച്ചേ ഒരാള്. അത് ആയത്തല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ മയ്യത്ത് നിസ്കാരത്തിൽ ഖുർആൻ ഓതണില്ലേ? ഫാത്തിഹ ഓതണില്ലേ? ആ നിസ്കാരം മയ്യത്തിന് കൂലിയിട്ടാനല്ലേ? മയ്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന പണിയല്ലേ? നമുക്ക് പ്രതിഫലം കിട്ടാനും അല്ലേ? നമ്മുടെ ബാധ്യത നിർവഹിക്കല്ലേ? അപ്പം എന്താ പറഞ്ഞത്? മരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് കുറേ ആളുകൾ വട്ടം കൂടിയിരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുക എന്നത് നബിതങ്ങൾ പഠിപ്പിച്ചതല്ല. ശാഫിഈ മദ്ഹബിൻ്റെ ഏറ്റവും ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ അതാ മയ്യത്തിന് കിട്ടൂലെന്നാ. ഇതിന് കിട്ടൂല. അതെന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോഴാണ്. ശ്രദ്ധിച്ചോ, മദീനയിലെ ബഖീഉൽ ഖർഖദിൽ ആദ്യമായി ഒരു വർഷത്തിൽ മറമാടപ്പെട്ടത് 2 ഖബറുകൾ. ശ്രദ്ധിച്ചോ, 2 ആളുകൾ. ഒന്ന് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. 2 മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണേ. അസ്അദ് ബിൻ സുറാറ അദ്ദേഹം ശവ്വാലിൽ മരിച്ചു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ ശഅബാനിൽ മരിച്ചു.
രണ്ടാളുകൾ, രണ്ട് ഖബറുകൾ ബഖീഉൽ ഖർഖദിൽ, അതായത് മദീനത്തെ പൊതു മഖ്ബറയിൽ ആദ്യമായി മറമാടപ്പെടാൻ നബിതങ്ങളാണ് നേതൃത്വം കൊടുത്തത്. നബിതങ്ങളാണ് ഖബർ കുഴിക്കാൻ നേതൃത്വം സഹാബത്തിന് നിർദ്ദേശം കൊടുത്തത്. അവസാനം മറമാടിയതിനു ശേഷം ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ചിരസിന്റെ തലയുടെ ഭാഗത്ത് കല്ല് കൊണ്ടുവെക്കാൻ കൽപ്പിച്ചതും സ്വഹാബത്ത് കല്ലെടുക്കാൻ പോയി പൊക്കാൻ കഴിയാതെ ആ കല്ല് തൻ്റെ കൈ കൊണ്ട് ഉയർത്തിയെടുത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ചതും നബിതങ്ങളാണ്. ഈ ചരിത്രമൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ കാണാം. പറയട്ടെ, ഈ സ്വഹാബി വര്യന്മാർക്ക് വേണ്ടി ഖുർആൻ ഓതിയതോ ഓതാൻ നബിതങ്ങൾ കൽപ്പിച്ചതോ ഉണ്ടോ? ഇല്ല. അവിടുത്തെ മക്കൾ മരിച്ചു, അവിടുത്തെ ആൺകുട്ടികൾ മരിച്ചു, അവിടുത്തെ പെൺമക്കൾ മരിച്ചു. ഇല്ലേ? ഖുർആൻ ഓതാൻ നബിതങ്ങൾ പറഞ്ഞോ? അവിടുത്തെ പേരക്കുട്ടി മരിച്ചു. സൈനബിന്റെ മകൻ റളിയല്ലാഹു തആല അൻഹ ഉപ്പാന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞേച്ചു, ഉപ്പ എൻ്റെ കുട്ടിക്ക് തീരെ വയ്യ, ഉപ്പ ഒന്ന് വീട് വരെ വരുമോ? റസൂല പറഞ്ഞു, വന്നാളോട് പറഞ്ഞു, അവളോട് ക്ഷമിക്കാൻ പറ, ഇപ്പൊ പിന്നെ വന്നോളാം. കുറച്ച് കഴിഞ്ഞ് മോൾ വീണ്ടും ആളെ പറഞ്ഞു ചോദിച്ചു, ഉപ്പ എൻ്റെ കുട്ടിക്ക് തീരെ വയ്യ, നിങ്ങളൊന്ന് വന്നേ പറ്റുള്ളൂ ഉപ്പാൻ. അള്ളാഹു റസൂൽ എഴുന്നേറ്റു, കൂടെ ചില സ്വഹാബികളും നേരെ നടന്നു മകളുടെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ സൈനബ് തൻ്റെ കുട്ടിയെ എടുത്ത് റസൂലുള്ളാഹിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആ കുട്ടി സക്കറാത്തിൻ്റെ ഹാലിലാണ്, നബി തങ്ങളുടെ മടിയിലാണ്. ആ കുട്ടി ശ്വാസം ഇങ്ങനെ നീട്ടി വലിച്ച് റസൂലുള്ളാഹിൻ്റെ മടിയിൽ കിടന്ന് മരിക്കുന്നു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ്. അള്ളാഹിൻ്റെ റസൂലിനോട് സ്വഹാബികൾ ചോദിച്ചു, നബിയെ നിങ്ങളും കരയാണോ? റസൂൽ പറഞ്ഞത് അങ്ങനെയാണ്. ഹൃദയത്തിന് നോവുണ്ടാകുമ്പോൾ കണ്ണെന്ന് കണ്ണുനീര് വരും. അത് അള്ളാഹു വിശ്വാസിയുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ച കാരുണ്യമാണ് എന്ന് റസൂൽ പറഞ്ഞു. ആ പേരക്കുട്ടിയുടെ മയ്യത്തെടുത്തു വെച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു റസൂലുള്ള. ഖുർആൻ ഓതാൻ പറഞ്ഞില്ല, ഓതാൻ റസൂലുള്ള നേതൃത്വം കൊടുത്തില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ ഉസ്താദുമാർ. അതുകൊണ്ട് തന്നെയാണ് മുജാഹിദുകൾ ഖുർആൻ ഓതണം എന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഖുർആൻ ഓതിയാൽ മയ്യത്തിന് കൂലി കിട്ടുമോ? ഇല്ലേ. ഞാൻ പറഞ്ഞു, മയ്യത്തിന് വേണ്ടി ഓതിയാൽ കൂലി കിട്ടില്ല. എന്നാൽ ഞാനിവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചു, ഇത്രയും നേരം പ്രസംഗിച്ചു, ഇല്ലേ? ഞാൻ പറഞ്ഞത് അള്ളാഹിൻ്റെ ദീനാണ്. ഖുർആനും ഹദീസും പ്രവാചകൻ്റെ ചരിത്ര വിഷയങ്ങളുമല്ലാതെ വേറൊന്നിലേക്ക് ഞാൻ പോയിട്ടില്ല. അള്ളാഹിൻ്റെ ദീന് പറഞ്ഞത് ഇവിടുത്തെ ആളുകൾ ഒരാളെങ്കിലും ഈ സത്യം കേട്ട് നന്നായിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തിനാണ്, റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എനിക്കിതിൻ്റെ പ്രതിഫലം കിട്ടുമ്പോൾ എൻ്റെ വാപ്പക്കും എൻ്റെ ഉമ്മക്കും അതിലൊരു ഭീതം അവകാശമുള്ളതാണ്. കാരണം എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും അവരാണ് എന്നെ വളർത്തുകയും വലുതാക്കുകയും ഈ രൂപത്തിലൊരു വിദ്യാഭ്യാസം തരാൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് ലഭിക്കും. എൻ്റെ ഉസ്താദന്മാർക്ക് ലഭിക്കും, അവരൊക്കെ അതിന് അർഹരാണെങ്കിൽ. കാരണം മൻ ദല്ല അലാ ഖൈറിൻ ഫഹുവ കഫാഇലിഹി, ഒരാൾ ഒരു നന്മയ്ക്ക് നിമിത്തമായാൽ കാണിച്ചു കൊടുത്താൽ അത് പ്രവർത്തിക്കുന്നത് പോലത്തെ പ്രതിഫലം ലഭിക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. അപ്പോൾ മൊത്തത്തിൽ മനസ്സിലായിക്കോ, മരിച്ചു കഴിഞ്ഞാൽ മരിച്ചവർക്കൊന്നും കിട്ടൂല എന്നാ മുജാഹിദുകൾ അല്ല. അത് ആരോപണമാണ്. അത് മുസ്ലിയാക്കന്മാരും അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് അവരുടെ ആശയം സമൂഹത്തിനിടയിൽ പച്ച പിടിച്ച് നിൽക്കാൻ വേണ്ടി കാണിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കലുകൾ മാത്രമാണ്. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും എന്തു വന്നോ അതൊക്കെ ചെയ്യണമെന്നും അതൊക്കെ വേണ്ടതാണെന്നും അതൊക്കെ പ്രതിഫലാർഹമാണെന്നും പഠിപ്പിക്കുന്നവർ തന്നെയാണ് മുജാഹിദുകൾ. പക്ഷേ നിങ്ങൾ പിന്നീടുണ്ടാക്കിയ ഈ കോലാഹലങ്ങളൊന്നും മുജാഹിദുകൾ അംഗീകരിക്കില്ല. 3, അതുപോലെ തന്നെ 11, 7, 11, 40, പിന്നെ ഖത്തം, പിന്നെ ആണ്ടോടാണ്ട്.
കാരണം ഇതിനൊന്നിനും പ്രമാണമില്ല. ഉണ്ടായി പറയട്ടെ. നബിതങ്ങൾ ചെയ്തു, സ്വഹാബത്ത് ചെയ്തു, നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബികൾ ചെയ്തു. കൃത്യമായ പ്രമാണം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദുകൾ പറയുന്ന ആശയം അത് ഖുർആനും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ പറയാൻ നിർബന്ധിതരാകും ചില സന്ദർഭങ്ങളിൽ. ഞാൻ എന്തായാലും ഒരു കാര്യമൊന്ന് വായിച്ച് പോകാതെ പോകാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയാണ്, മയ്യത്ത് സംസ്കരണം. അതിലൊരു വാക്ക്, അതിലൊരു വിഷയം ഞാൻ വായിക്കപ്പെട്ടെന്ന്. നിസ്കാരം സ്ത്രീകൾക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവിടെയുള്ള സഹോദരിമാർ ശ്രദ്ധിച്ചോളാം, എൻ്റെ ശബ്ദം കേൾക്കുന്നവർ. ഇത് എഴുതിയത് പൂങ്കാവനം ബുക്സിലാണിത് വന്നത്. OM തരുവണയാണ്. സമാനമായ എഴുത്ത് പലരും എഴുതിയിട്ടുണ്ട് ഇപ്പോൾ, കേട്ടോ. ആരെങ്കിലും മരിച്ചാൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ കിട്ടില്ല, ആണുങ്ങൾക്ക് തന്നെ പരിപാടി കഴിച്ച് വേഗം കൊണ്ടുപോയി കളയും. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി, ഒരു ആക്ഷേപമുണ്ട്. പച്ച നുണയല്ലേ എഴുതിയത്? കൊടുക്കാത്തോണ്ടല്ലേ. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ മയ്യത്ത് കവിഞ്ഞ് ആണ്ട് ഓടല ഇല്ലല്ലോ. മണിക്കൂറുകളോളം മയ്യത്ത് അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ, പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വന്നാൽ തടയലായിരുന്നു മുസ്ലിയാക്കന്മാർ. എന്നിട്ട് എഴുതാണെന്ത്, ആരെങ്കിലും മരിച്ചാൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ കിട്ടില്ല, ആണുങ്ങൾ തന്നെ പരിപാടി കഴിച്ച് വേഗം കൊണ്ടുപോയി കളയും. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? ഹലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? ഇല്ല. അപ്പം ഈ പെണ്ണുങ്ങളല്ല ആള്, വേറെ പെണ്ണുങ്ങളാണ്. അപ്പം കിട്ടാത്ത പെണ്ണുങ്ങൾ നാട്ടിലുണ്ടെന്ന് മനസ്സിലായല്ലോ. നീ കേട്ടോ, അതവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണ്. മൂപ്പരെ കണ്ടുപിടുത്താണ്. അതവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണ്. കുളിപ്പിച്ച് കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് വീടിനകത്ത് തന്നെ സൗകര്യമുണ്ടാക്കി പെണ്ണുങ്ങൾക്കും നിസ്കരിക്കാം. കണ്ടോ? ഇത് മുജാഹിദുകൾ ചെയ്ത സമയത്ത് ഇവിടെ മുഴുവൻ ചീത്തല്ലായിരുന്നു. ഇവരെക്കാരെങ്ങനെ ശരിയാകും, ഇവരെ ആണുങ്ങൾ നിസ്കരിക്കണമെന്ന് പെണ്ണുങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് മുജാഹിദുകളെ കളിയാക്കിയ ആളുകളുണ്ട്. നീ കേട്ടോ, അദ്ദേഹം പറയാണ്, പള്ളികളിലേക്ക് പോയ ശേഷം വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റില്ല. നിസ്കരിക്കേണ്ടവർ ആ സമയത്ത് കരഞ്ഞ് ബഹളം കൂട്ടി ബോധം കെട്ടി കിടന്നാൽ ഇതിനൊന്നും പറ്റില്ല. ആഗ്രഹിച്ച സ്ത്രീകളെപ്പോലും തടുത്തു നിർത്തി ഇവിടെ അങ്ങനത്തെ ഒരു സമ്പ്രദായം വേണ്ട, ഇവിടെ മുജാഹിദുകളെ പരിപാടി നടക്കൂല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരുണ്ട്. നിങ്ങൾക്കറിയോ, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന തൊട്ടുടനെയാണ് എൻ്റെ വാപ്പ മരിക്കുന്നത്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ എല്ലാമായിരുന്ന ഞാൻ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയ കലാണ്. അതായത് ഞങ്ങളുടെ നാട്ടിലെ ജാറത്തിൽ മൗലിദ് ഓതുന്നത്, ഖുർആൻ ഓതുന്നത്, മാല പാടുന്നൊക്കെ ഞാനായിരുന്നു. പക്ഷെ മുജാഹിദ് ആയതോടുകൂടി എന്ത് ചെയ്തു, എല്ലാം തകിടം മറിഞ്ഞു. പാപ്പാൻ്റെ മയ്യത്ത് തൊടാൻ സമ്മതിക്കൂലെന്നായി. അതുപോലെ തന്നെ ഇമാമ് നിൽക്കാൻ സമ്മതിച്ചില്ല. അവസാനം ഞങ്ങൾ മറമാടിയതിനു ശേഷം എൻ്റെ കൂടെയുള്ള ആലപ്പുഴയിലുള്ള കുറച്ച് മുജാഹിദുകൾ അവർ വന്നിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തസ്ബീത്ത് എല്ലാം തുടങ്ങിയപ്പോൾ ഇവരെല്ലാവരും പോയി കളഞ്ഞു. ആദ്യം മുജാഹിദുള്ള പരിപാടിയാന്ന് പറഞ്ഞ് എന്ത് തസ്ബീത്ത് അല്ലേ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം ഖബറൊക്കെ മൂടിയെല്ലാം ക്ലിയറായി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മുയിലാരും കൂടെയുള്ള ആളുകളും വരികയാണ്. എന്ത് എന്ത് കോപ്പി അടിക്കാൻ പറഞ്ഞു കൊടുക്കാൻ തൽക്കീൻ ചൊല്ലാൻ വേണ്ടി വരികയാണ് മൂപ്പര്. അങ്ങനെ തൽക്കീൻ ചൊല്ലാൻ വേണ്ടി വന്നപ്പോൾ ആ പണി നമ്മക്കില്ലല്ലോ, കാരണം അത് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് നമ്മളവിടുന്ന് മാറി. റസൂൽ പഠിപ്പിച്ചെന്താ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ മറമാടിയാൽ ആ ഖബറിൻ്റെ അടുത്ത് നിൽക്കണം, ഒരൊട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യുന്ന അത്രയും സമയം അവിടെ നിൽക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് റസൂൽ പറഞ്ഞു, നിങ്ങളെന്ന് ഇസ്തഗ്ഫിറൂ ലി അഖീകും വസലൂ ലഹു തസ്ബീത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പൊറുക്കലിനെ തേടണേ, അയാൾക്ക് സ്ഥിരതയ്ക്ക് വേണ്ടി നിങ്ങൾ റബ്ബിനോട് ചോദിക്കണേ.